السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ സ്വഹീൽ ഇഅ്തിഖാദ് എന്ന അഖീദ കിതാബ് അടിസ്ഥാനമാക്കിയുള്ള പഠന പരമ്പരയിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം 116 പേജ്, ബയാനു അൽഫാദിൻ ലാ യജൂസു അൻ തുഖാല ഫി ഹഖില്ലാഹി തആല തഅലീമൻ ലി ശഅനിഹി. അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള ഒരു ബഹുമാനം, ആദരവ്, അതിൻ്റെ ഭാഗമായി പറയാൻ പാടില്ലാത്ത ചില പദങ്ങൾ. ആ ലഫ്ദ് പക്ഷെ നയിക്കുന്നതിൻ്റെ ലഫ്ദിൽ അങ്ങനെ ഒരു ശിർക്കോ കുഫ്ർ ഉണ്ടായത് കൊണ്ടല്ല, പക്ഷെ പടച്ച റബ്ബിനോടുള്ള ഒരു അദബ്, റബ്ബിനോടുള്ള ഒരു അളമത്ത്, അവൻ്റെ മഹത്വം, അത് കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ ചില പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഹദീസ് പ്രത്യേകമായി എടുത്തു പറഞ്ഞ പദങ്ങൾ. അതിപ്പോൾ സൃഷ്ടികൾക്കിടയിലും ഉണ്ടാവും. നമ്മളിപ്പോൾ എല്ലാവരോടും ഒരേപോലെയല്ല സംസാരിക്കുക. ആളുകളെ നിലയും വിലയും സ്ഥാനവും മാനവും കൂടുന്നതിനനുസരിച്ച് പദപ്രയോഗങ്ങളിൽ ചില ശ്രദ്ധകൾ നമ്മളൊക്കെ സൂക്ഷിക്കാറുണ്ട്. സൃഷ്ടികൾക്കിടയിൽ തന്നെ ഇപ്പം അമ്മാനോട് പറഞ്ഞ പോലെ, വാപ്പാട് പറഞ്ഞ പോലെ അല്ല മറ്റൊരാളോട് പറയുക. അവിടെ ഒരു ബഹുമാനം നമ്മൾ നിലനിൽക്കും. ഉസ്താദന്മാരോട് അത് വേറെ ബഹുമാനം നമ്മൾ നിലനിർത്തി കൊടുക്കലുണ്ട്. കുറച്ചൊരു ഉയർന്ന സ്ഥാനത്തുള്ള ആളുകളാണെങ്കിൽ പദപ്രയോഗങ്ങൾ പോലും അതിൽ മാറ്റങ്ങൾ വരും. പടച്ച റബ്ബ് എല്ലാത്തിനേക്കാളും വലിയവനാണ്, അലീമാണ്, അക്ബറാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് ചില അദബുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ അദബിൻ്റെ ഭാഗമായി ചില പദങ്ങൾ ഉപയോഗിക്കാവതല്ല, അത് റബ്ബിൻ്റെ അളമത്തിന് യോജിക്കുന്നതല്ല. അതുകൊണ്ട് അത്തരം പദങ്ങൾ പാടില്ല എന്ന് പ്രത്യേകമായി നബിതങ്ങൾ നമ്മോട് പറഞ്ഞ ചില പദങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു 4-5 വാക്കുകളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അല്ലാഹു ജല്ല വ അല അലീമുൻ യജിബു അൻ യുഅല്ലമ. അല്ലാഹു തആല അലീമാണ്, അവനെ തഅലീം ചെയ്യൽ, ബഹുമാനിക്കൽ നിർബന്ധവുമാണ്. റബ്ബിനേക്കാൾ അലീമായ ആരുമില്ല. സുബ്ഹാന റബ്ബിൽ അലീം സാധാരണ പറഞ്ഞാണ്. റബ്ബ് അലീമാണ്, അഅ്ലമാണ്, അത്യുന്നതനാണ്, അഅലയാണ്, അക്ബറാണ്. അതുകൊണ്ട് തന്നെ ആ ബഹുമാനം നമ്മൾ നൽകിയേ പറ്റൂ. വഹുനാക അൽഫാദുൻ, ചില പദങ്ങളുണ്ട്, ലാ യജൂസു അൻ തുഖാൽ, പറയൽ ജായിസല്ലാത്ത, ഫി ഹഖ്ഖിഹി സുബ്ഹാനഹു, റബ്ബിൻ്റെ കാര്യത്തിൽ പറയാൻ പാടില്ലാത്ത ചില പദങ്ങൾ, തഅലീമൻ ലഹു, റബ്ബിനോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്. വഖദ് വറദ അൻ-നഹ്യു അൻഹാ, അതേക്കുറിച്ച് വിരോധം വന്നിട്ടുമുണ്ട്. വമിൻ ഹാദിഹിൽ അൽഫാദ്, ഇത്തരം പദങ്ങളിൽ പെട്ടതാണ് അന്നഹു ലാ യുഖാൽ അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് സലാം ഉണ്ടാവട്ടെ. അള്ളയാണ് സലാം, അവനാണ് എല്ലാവർക്കും സലാം നൽകുന്നവൻ, അവനാണ് എല്ലാവർക്കും സമാധാനവും സുരക്ഷയും നൽകുന്നവൻ. റബ്ബിന് സലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റബ്ബിനേക്കാളും മേലെ ആരെങ്കിലും ഉണ്ടോ അള്ളാഹ്ക്ക് സലാം കൊടുക്കാൻ? അള്ളാഹ്ക്ക് വല്ല പോരായ്മയുണ്ടോ? അള്ളാഹ്ക്ക് വല്ല അഴിബുമുണ്ടോ, നുക്സാനുമുണ്ടോ? ഇല്ല. അപ്പം രക്ഷ എവിടെ രക്ഷ ഉണ്ടാവുക? ഏതെങ്കിലും ഒരു അഴിബില്ലെന്ന്, ഒരു പോരായ്മയില്ലെന്ന്, ഒരു ഭയത്തില്ലെന്ന് ഒക്കെ രക്ഷ ഉണ്ടാവുക. പടച്ച റബ്ബിൽ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് അസ്സലാമു അലല്ലാഹ് എന്ന് പറയാവതല്ല. ലിഅന്ന സലാം, കാരണം സലാം എന്നത് ദുആഉൻ ലിൽ മുസല്ലമി അലൈഹി. മുസല്ലം അലൈഹി എന്നത് ആർക്ക് വേണ്ടി, ആരോടാണോ സലാം പറയുന്നത് അവർ, അതാണ് മുസല്ലം അലൈഹി, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ബിത്വലബി സലാമത്തി ലഹു മിനശ് ശുറൂറി, എല്ലാ ഷർറിൽ നിന്നും അവന് രക്ഷയുണ്ടാകാൻ വേണ്ടിയുള്ള ദുആയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് റബ്ബിൻ്റെ സലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഒരു ഷർറില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, നിങ്ങൾക്ക് പോരായ്മകളില്ലാതെ അള്ളാഹു നിങ്ങൾ കാത്തു രക്ഷിക്കട്ടെ എന്നാണ് അതിനർത്ഥം. അപ്പോൾ അള്ളാഹ്ക്ക് സലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാലോ മറുവശം
അള്ളാഹു തആലക്ക് ചില ഷർറൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന ധ്വനി ആ പദത്തിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുത്ലബു മിൻഹു ദാലിക, റബ്ബിനോടാണ് സലാം തേടേണ്ടത്. വലാ യുത്ലബു ലഹു, അവന് വേണ്ടി തേടപ്പെടുകയില്ല. വയുദ്ആ, അവൻ പ്രാർത്ഥിക്കപ്പെടും. വലാ യുദ്ആ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒന്നില്ല. റബ്ബിനോട് സലാമിനെ ചോദിക്കാം, അല്ലാതെ റബ്ബിന് സലാം ഉണ്ടാവട്ടെ എന്ന് പറയാൻ പാടില്ല. ലിഅന്നഹു അൽ ഗനിയ്യു, അവനാണ് ഗനിയ്യ്, ധന്യനായിട്ടുള്ളവൻ. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിൽ ഉള്ളത് മുഴുവനും അവൻ്റേതാണ്, ഭൂമിയിലുള്ളത് മുഴുവനും അവൻ്റേതാണ്. ഇനി പിന്നെന്താ അള്ളാഹ്ക്ക് ഷർറ്? അള്ളാഹ്ക്ക് ഷർറ് വരാൻ എവിടുന്നാ ഷർറ് വരിക? അള്ളാഹിൻ്റെ മഖ്ലൂഖല്ലാത്ത ഒന്നും ലോകത്തില്ല. ആ മഖ്ലൂഖുകളെല്ലാം അവന് വിധേയപ്പെട്ട് മാത്രം കഴിയുന്നവയാണ്. അല്ലാഹു തആലാക്ക് ഷർറുകളില്ല, അവന് അഴിബുകളില്ല, അവന് പോരായ്മകളില്ല. അവൻ കാമിലാണ്, താമ്മാണ്, പരിപൂർണനാണ്, എല്ലാ അർത്ഥത്തിലും കമാലിയത്തുള്ളവനാണ് അല്ലാഹു തആല. ഒരു രംഗത്തും അവന് യാതൊരു കുറവുകളോ പോരായ്മകളോ അവനില്ല. വഹുവ സാലിമു, അവൻ സാലിമാണ്, സുരക്ഷിതനാണ്. മിൻ കുല്ലി അഴിബിൻ വനഖ്സിൻ വമാനിഹു സലാമത്തി വമുഅ്തിഹാ, അവനാവട്ടെ മിൻ കുല്ലി അഴിബിൻ വനഖ്സിൻ, എല്ലാ അഴിബിൽ നിന്നും എല്ലാ നഖ്സിൽ നിന്നും സമ്പൂർണ്ണ രക്ഷപ്പെട്ടവനാണ് അല്ലാഹു തആല. വമാനിഹു സലാമത്തി വമുഅ്തിഹാ, അവനാണ് സലാമത്ത് നൽകുന്നവൻ. സലാമത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. വഹുവസ്സലാം, അവനാണ് സലാം. വമിൻഹു സലാം, അവനിൽ നിന്നാണ് സലാം. നമ്മൾ സാധാരണ പറയും അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അബ്ബേ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം. അങ്ങനത്തെ അള്ളാഹിനെ പറ്റി അള്ളാഹ്ക്ക് സലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിലൊരു അദബകേട് അതിലുണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹ്ക്ക് എന്തൊക്കെയോ ചില പോരായ്മകൾ ഉണ്ട് എന്ന ധ്വനി കൂടി അതുണ്ടാവുകയും ചെയ്യും. അനുഗ്രഹമുടയവനാണ് തബാറക്ത, നീ അനുഗ്രഹമുള്ള, അത് അള്ളാഹ് പറഞ്ഞ പ്രയോഗമാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, അവരുടെ കയ്യിലാണോ മുഴുവൻ അധികാരവുമുള്ളത്, അവൻ അനുഗ്രഹമുടയവനാകുന്നു. നിനക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നല്ല, അള്ളാഹ്ക്ക് വർക്കത്തുണ്ടാവട്ടെ പറയില്ല, അള്ളാഹ്ക്ക് വർക്കത്തുള്ളൂ. ആ റബ്ബ് നൽകുന്നതേ പിന്നെ എവിടെയും ഉള്ളൂ. എന്നാൽ പോലെ റബ്ബ് സലാമാണ്, അവനിൽ നിന്നാണ് സലാം. ഏത് മഖ്ലൂഖിന് എന്ത് സലാം കിട്ടിയോ ആ സലാമൊക്കെ നൽകിയവൻ അള്ളാഹുവാണ്. അതെ, അതൊക്കെ പിന്നെ ഉദ്ദേശം വേറെ. ഇത് ഈ പദമാണ് ഉദ്ദേശിച്ച്, ഈ പദം ഉപയോഗിച്ചുകൂടാന്ന്. അതേസമയം അള്ളാഹ്ക്ക് അഴിബുണ്ടെന്ന് വിശ്വസിച്ചാലോ അത് കുഫറായി. ഇതിപ്പോൾ ആ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ അറിയാതെ പദങ്ങളിൽ വന്നു പോകും. അപ്പം ആ പദത്തിന് ഇങ്ങനെ അർത്ഥമുണ്ട്, അതുകൊണ്ട് ആ പദം ഉപയോഗിക്കരുത് എന്ന്. എന്നാൽ ആ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹ് കുറേ അഴിബുണ്ട്, അള്ളാഹ് കുറേ നുഖ്സാനുണ്ട്, അതൊക്കെ അള്ളാഹ് രക്ഷപ്പെട്ടോട്ടെ എന്ന് ഉദ്ദേശിച്ചാലോ കഴിഞ്ഞു, അവന് പറയേണ്ട ആവശ്യം കൂടില്ല. അതോടെ അവൻ കുഫർ സംഭവിച്ചു കഴിഞ്ഞു. وفي الصحيح عن ابن مسعود رضي الله عنه قال, സ്വഹീഹ് ബുഖാരി വന്നിരിക്കുന്നു, ഇബ്നു മസ്ഊദ് പറഞ്ഞു, കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്സലാ, ഞങ്ങൾ നിസ്കാരത്തിൽ നബിയോടൊപ്പം ആയിരുന്നു. ഒരു സമയത്ത് ഞങ്ങൾ നബിയോട് നിസ്കരിക്കുകയാണ്. ആ സമയത്ത് ഖുൽന, ഞങ്ങൾ പറഞ്ഞു, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി അസ്സലാമു അലാ ഫുലാൻ വ ഫുലാൻ. അത് ഞങ്ങൾ പറഞ്ഞു, അസ്സലാമു അലല്ലാഹ്, അള്ളാഹ്ക്ക് സലാം ഉണ്ടാവട്ടെ, മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന്, വസ്സലാമു അലാ ഫുലാൻ വ ഫുലാൻ, ഇന്നയാൾക്ക് സലാം ഉണ്ടാവട്ടെ, ഇന്നയാൾക്ക് സലാം ഉണ്ടാവട്ടെ, അവന് സലാം ഉണ്ടാവട്ടെ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു നിസ്കാരത്തിൽ. അപ്പോൾ നബി ഇത് കേട്ടു. നിസ്കാരത്തിൽ ഏതും ദുആ ചെയ്യാനോ, അപ്പോൾ ഈ ദുആ ചെയ്യുന്നത് നബി കേട്ടു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങൾ പറഞ്ഞു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, നിങ്ങൾ അസ്സലാമു അലല്ലാഹ് എന്ന് പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവസ്സലാം, അല്ലാഹുവാണ് സലാം. അഥവാ ഐ അന്നല്ലാഹ സാലിമുൻ മിൻ കുല്ലി നഖ്സിൻ, എല്ലാ ന്യൂനതയിൽ നിന്നും രക്ഷപ്പെട്ട സുരക്ഷിതനായ സമ്പൂർണ്ണനാണ്, നഖ്സാനില്ലാത്തവനാണ്, പോരായ്മയില്ലാത്തവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് അസ്സലാമു അലല്ലാഹ് എന്ന് നിങ്ങൾ പറയരുത് എന്ന് നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായ ഒരാളുടെ വാക്കിൽ വന്നു പോകുന്ന പദങ്ങളാണതൊക്കെ, അത്തരം പദങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞു. ഖാദൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം പറയുന്നു, അസ്സലാമു മസ്തറുൻ, സലാം എന്നുള്ളത് മസ്തറ, ക്രിയാധാതുവാണ്. സലാം എന്നത് രക്ഷ, സമാധാനം എന്നർത്ഥം.
വഹുവ മിൻ അൽഫാദി ദുആഇ, അത് ദുആഇന്റെ പദമാണ്. ദുആഇൽ ഉപയോഗിക്കും അങ്ങനെ. സലാം എന്നാണ് വാക്ക്, സമാധാനം. പക്ഷേ അത് ഉപയോഗിക്കുന്നത് ദുആ ആയിട്ടാണ്. സമാധാനം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് സമാധാനം എന്നർത്ഥമുള്ളൂ. നേരെ വാക്കെടുത്താൽ അസ്സലാം, സമാധാനം, അലൈക നിനക്ക്, അതേ ഉള്ളൂ. പക്ഷെ ഉദ്ദേശം എന്താണ്? എനിക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന്. അപ്പം ദുആഇന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ക്രിയാധാതുവാണ് മസ്തറായ ഇസ്മാകുന്നു ഇത്. യതളമ്മൽ ഇൻഷാ വൽ ഇഖ്ബാർ, അത് ഇൻഷാവും ഇഖ്ബാറും ഉൾക്കൊള്ളുന്ന പദമാണ്. ഇൻഷാ ഇഖ്ബാർ സാഹിത്യത്തിൽ രണ്ട് പ്രയോഗങ്ങളാണ്. ഒരു കാര്യം അറിയിക്കലുണ്ട് ഇഖ്ബാർ, ഇൻഷാ നേരെ മറുവശമായി വരുന്ന അമ്ര, അതേപോലെ തൊലബ്, അതിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഫജിഹത്തുൽ ഇഖ്ബാരിയ തുനാഖിലുൽ ജിഹത്തുൽ ഇൻഷാഇയ്യ, ഇത് രണ്ടും ഒന്നിച്ചുണ്ടാവില്ല, ഒന്ന് മറ്റൊന്നിന് എതിരാണ്. വഹുവ മഅന സലാമിൽ മത്ലൂബ് ഇൻദ തഹിയ്യതി, തഹിയ്യത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇൻഷാഇൻ്റെ ഉദ്ദേശമാണ്, ഒരു കൽപ്പനാക്രിയയുടെ, ഒരു തൊലബിൻ്റെ, ഒരു തേട്ടത്തിൻ്റെ അർത്ഥമാണ് അവിടെ. ഇലാ അൻഖാൽ, അങ്ങനെ പറഞ്ഞു ഇബ്നു ഖയ്യിം പറയുന്നു, വൽ മഖാമു ലമ്മാ കാന മഖാമ തൊലബി സലാമത്തി അല്ലത്തി ഹിയ അഹമ്മു ഇൻദ റജുലി അതാ ഫീ തൊലബിഹാ ബിസിഗതി ഇസ്മിൻ മിൻ അസ്മാഇല്ലാഹി തആല. യഥാർത്ഥത്തിൽ ഇവിടെ സലാം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് സലാം എന്ന് മാത്രം ഉപയോഗിച്ചു? അതാണ് ചർച്ച. സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. സമാധാനം ഉണ്ടാവട്ടെ അർത്ഥമുണ്ടോ സലാമിന്? ഇല്ല. സലാം എന്ന പദത്തിന് അർത്ഥം എന്തേ ഉള്ളൂ? സമാധാനം, രക്ഷ. സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അല്ലാഹുമ്മ സല്ലിം എന്ന് പറയണം. റബ്ബേ നീ സലാം നൽകണേ, നീ രക്ഷ നൽകണേ, സമാധാനം നൽകണേ, അതാണ് സല്ലിം. അതൊരു അമ്രാണ്, അത് ഇൻഷാ ആണ്. അതിലേക്ക് പോകാതെ ഇവിടെ എന്തുകൊണ്ട് ആ അർത്ഥത്തിൽ സലാം എന്ന പദം തന്നെ ഉപയോഗിച്ചു? മനസ്സിലാണില്ല. ചില അന്തം വിട്ട് നോക്കിയിട്ട് അവിടെ കത്തണില്ല. നിങ്ങൾക്ക് മനസ്സിലാണോ? പക്ഷേ സലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നേ അർത്ഥമുള്ളൂ, സമാധാനം ഉണ്ടാവട്ടെ എന്ന അർത്ഥമില്ല. എങ്ങനെ? ഭാഷാപരമായിട്ട്. അപ്പം ശരിക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അപ്പം എന്താ അർത്ഥം? നമുക്ക് സാധാരണ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. അങ്ങനെ അർത്ഥം ആ വാക്കിനുണ്ടോ? ഇല്ല. ആ വാക്കിന് എന്താ അർത്ഥമുള്ളൂ? നിങ്ങൾക്ക് സമാധാനം. സമാധാനം എന്താ? അതില്ല. നിങ്ങൾക്ക് സമാധാനം, സമാധാനം ഉണ്ട് എന്നാവാം, സമാധാനം ഇല്ല എന്നാവാം, എന്തു ആവാലോ. അപ്പം എന്തുകൊണ്ട് ഇത്ര വലിയ ദുആയിൽ ഈ പദം ഉപയോഗിച്ചു? ശരിക്കും ആ പദമല്ലല്ലോ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നർത്ഥം തന്നെ വാക്ക് ഉപയോഗിക്കണ്ടേ? അല്ലാഹുമ്മ സല്ലിം അലൈഹി എന്ന് പറയണ്ടേ? അങ്ങനെ ഉപയോഗിക്കാതെ ഇവിടെ അസ്സലാമു അലൈക്കും എന്ന പദമാണ് ഉപയോഗിച്ചത്. ശരിക്കും അർത്ഥം അവിടെ ഒരു കാര്യം അറിയിക്കലാണ്, ഇഖ്ബാറാണ്, അല്ലാതെ തേടതല്ല. എനിക്കുണ്ടാവട്ടെ തേട്ടമല്ല, എനിക്കുണ്ട് എന്ന് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയലേ അവിടെ ഉദ്ദേശം വരുള്ളൂ. അപ്പം ആ പദം എന്തുകൊണ്ട് ഈ ദുആഇൻ്റെ മഅനയിൽ ഇവിടെ ഉപയോഗിച്ചു? അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവന് ഏറ്റവും മുഖ്യമായതാണ് തൊലബുസ്സലാമ, ഒരു സലാമത്തിനെ തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരാൾക്ക് സലാമത്ത് കിട്ടാനാൽ അതാണ് എല്ലാം. അപ്പോൾ ഒരാളുടെ പ്രാർത്ഥനയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കാര്യമാണ് തൊലബുസ്സലാമത്തി, സലാമത്തിനെ തേടുക എന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അതാഫി തൊലബിഹ, ആ തേട്ടത്തിന് ഇവിടെ ഉപയോഗിച്ചു ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ടൊരു പേര് തന്നെ അതിനിവിടെ കൊണ്ടുവന്നു. വഹുവ സലാം, അത് സലാം എന്നാണ്. അല്ലെങ്കിൽ തുത്ലബു മിൻഹു സലാമത്തു, ആരിൽ നിന്നാണോ സലാമത്ത് തേടപ്പെടുന്നത് അവൻ്റെ പേര് തന്നെ ഇവിടെ ഉപയോഗിക്കുക ചെയ്തത്. യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ പേരാണ് സലാം, അള്ളാഹിനോടാണ് നമ്മൾ സലാമത്ത് ചോദിക്കുന്നത്. അപ്പം ഇനി സലാമത്ത് കൊടുക്കണേ പറഞ്ഞതിന് പകരം സലാമത്ത് കൊടുക്കുന്നവൻ്റെ പേര് തന്നെ ഇവിടെ ദുആ ആയിട്ട് അവൻ പ്രയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫതളമ്മനു മഅനയൈനി, അല്ലെങ്കിൽ ഫതളമ്മന രണ്ടും വായിക്കാം. അപ്പം രണ്ട് മഅന അതിൽ ഉൾക്കൊള്ളുന്നു. ഈ പദം ഉപയോഗിക്കുക വഴി രണ്ടർത്ഥം അതിലുണ്ട്. ഒന്ന് ദിക്റുല്ലാഹ്, അള്ളാഹിനെ സ്മരിക്കൽ അതിൽ വന്നു. ശരിക്കും അസ്സലാം അലൈക്കും എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹിൻ്റെ പേര് വേറെയല്ലോ. അപ്പം അള്ളാഹിൻ്റെ പേരാണ് ഏത്? സലാം. അപ്പം അതിലൂടെ ഒരു ദിക്ർ വന്നു, ഒരു ദുആയാണ്. അതോടൊപ്പം തന്നെ ദിക്ർ അതിൽ വന്നു, റബ്ബിൻ്റെ നാമം സ്മരിക്കൽ വന്നു. വസ്സാനി ത്വലബുസ്സലാമത്തി, രണ്ട് സലാമത്തെ തേടലും വന്നു. വഹുവ മഖ്സൂദുൽ മുസല്ലിമി, ഈ സലാം പറയുന്നവൻ്റെ ഉദ്ദേശം അതാണ്.
സലാം പറയുന്ന ആള് ഇവിടെ ഉദ്ദേശം അള്ളാഹിനെ സ്മരിക്കുന്നതല്ല. ഇവിടെ ഉദ്ദേശം എന്തേ ഉള്ളൂ? ഇവന് രക്ഷ കിട്ടണം, സമാധാനം കിട്ടണം. അതാണ് മുഖ്യ ലക്ഷ്യം. ആ ലക്ഷ്യം നടപ്പാക്കുമ്പോഴും പടച്ച റബ്ബിൻ്റെ പേര് പറയുക വഴി ഒരു ദിക്റുള്ള റബ്ബിനെ സ്മരിക്കുക എന്നതും അതിൽ കടന്നു വന്നു. അതുകൊണ്ട് ആ രണ്ടർത്ഥങ്ങൾ അതിലുണ്ട്. അത്ര വലിയ അർത്ഥവ്യാപ്തിയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴുള്ള പദങ്ങൾ. അത് കേവലം ഒരു ദുആ മാത്രമല്ല, ദുആയുമാണ്, ദിക്റുമാണ്, റബ്ബിനെ പ്രകീർത്തിക്കലാണ്, അതോടൊപ്പം തൻ്റെ കാര്യം അവിടെ ഉന്നയിക്കലാണ്. ആ ഉന്നയിക്കാൻ പുറത്തു നിന്നൊരു പദം പോലും സ്വീകരിക്കാതെ ആരിൽ നിന്നാണോ സലാം പ്രതീക്ഷിക്കുന്നത് അവൻ്റെ പേര് തന്നെയും അതിനങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്ര വലിയ ഒരു എഴ്ജാസ്, ഒരു അമാനുഷികത ഈ പദത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. വല്ലാഹു അഅലം. ഇനി രണ്ടാമതൊരു വാക്ക് ഒന്ന് കഴിഞ്ഞു. ഒന്നാമത്തെ പറയാൻ പാടില്ലാത്തത് അസ്സലാമു അലല്ലാഹ്, അള്ളാഹ്ക്ക് സലാം ഉണ്ടാവട്ടെ എന്ന് പറയാൻ പാടില്ല. മലയാളത്തിൽ ആപ്റ്റാവില്ല. അത് നേരത്തെ പറഞ്ഞ എല്ലാ ഷറിൽ നിന്നും, എല്ലാ നഖ്സാനിൽ നിന്നും, എല്ലാ അഴിബിൽ നിന്നൊക്കെയുള്ള കമാലിയത്ത്, അതിനുള്ള രക്ഷ, അതിനുള്ള രക്ഷപ്പെടൽ, അതാണ് ശരിക്കും സലാം എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് അങ്ങനെ തന്നെ കിട്ടുന്ന ഒറ്റ വാക്കൊന്നും മലയാളത്തിൽ ഉണ്ടാവുകയില്ല. ഇനി ഒമിൻ അൽഫാദില്ലത്തി ലാ തുഖാലു ഫീ ഹഖില്ലാ, അള്ളാഹിൻ്റെ കാര്യത്തിൽ പറയാൻ പാടില്ലാത്ത മറ്റൊരു പദം അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത, അള്ളാഹുവെ പുറത്തു തരണേ ഇൻ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ എനിക്ക് പുറത്തുണ്ടോ എന്നറിയാം. നമുക്ക് വലിയ ആവശ്യമില്ല നോട്ടത്തിൽ, നമുക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല, എനിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ റബ്ബേ നീ പുറത്തുനിന്നോ എന്ന് പറയാം. അത് പറയാൻ പാടില്ല എന്നാണ്. അത് സൂഫികളൊക്കെ ഉപയോഗിക്കുന്ന പദമാണ്. സൂഫികൾ പൊതുവെ പറയും റബ്ബേ എനിക്ക് നരകമൊന്നും വലിയ പ്രശ്നമില്ല, എനിക്ക് വേണമെങ്കിൽ സ്വർഗത്തിൽ കഴിക്കോ എന്ന് സൂഫികൾ ഒരു ദുആയിൽ പോലും പറയുന്നുണ്ട്. പ്രാർത്ഥനയിൽ റഹ്മത്തുള്ളാഹി ഖാസിമിൻ്റെ പ്രസംഗത്തെ പറഞ്ഞല്ലോ, സൂഫികൾ പറഞ്ഞപ്പോൾ എനിക്ക് സ്വർഗം ആവശ്യമില്ല, നരകം എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാൻ നരകത്തിൽ പോയാൽ അത് എനിക്കൊരു മോശമാണ്. കാരണം ഞാനിവിടെ നിസ്കരിച്ച് നോമ്പോറ്റ് ഇങ്ങനെയൊക്കെ ജീവിച്ചു, അപ്പോൾ ഞാൻ നരകത്ത് പോവുക, ഇതൊന്നും ഇല്ലാത്തവർ നരകത്ത് പോവുക, അപ്പോൾ എനിക്കൊരു മോശമല്ലേ, ഇനി എന്താ വേണ്ടി കാട്ടിക്കോ എന്ന് പറഞ്ഞു എന്ന് റഹ്മത്തുള്ളാഹി ഖാസിമിൻ്റെ പ്രസംഗത്തിൽ കാണാം ഒരു സൂഫിനെ പറ്റി പറയണത്. അപ്പം അങ്ങനത്തെ ഒരു അദബ് ശരിക്കത്. നമ്മളങ്ങനെ ദുഞ്ഞാവിത്തരം നമ്മളങ്ങനെ പറയും. ഒരു കാര്യപ്പെട്ടവരൊക്കെ പോയി നമ്മൾ വലിയൊരു ഒരു അത്യാവശ്യ സംഗതി പറയാൻ പോയിക്കാണ്ട് ഇങ്ങനെ ആവശ്യമുണ്ട്, ഇങ്ങനെ വാണി ചെയ്തെന്നോളി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത് ചോദിക്കുവാനില്ലേ, സ്വാഭാവികമല്ലേ. അപ്പം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴും നമുക്കിത് കിട്ടണം, കിട്ടിയേ പറ്റൂ എന്ന ഉറപ്പിലാണ് ചോദിക്കേണ്ടത്. നമ്മൾ അള്ളാഹിൻ്റെ അടിമയല്ലേ, അവൻ നമ്മളെ ഉടമയല്ലേ, അവനോടല്ല വേറെ ആരോടാ പറയാം? ഒരു അടിമ ഉടമയോടല്ലാതെ മറ്റാരോട് പറയും? റബ്ബേ എനിക്ക് നീയേ ഉള്ളൂ, എനിക്ക് ഇവിടുന്ന് കിട്ടിയാലേ ഉള്ളൂ, വേറെ ആരും തരാനില്ല, നീ തന്നാൽ തടുക്കാൻ ആളില്ല, നീ തടുത്താൽ തരാൻ ആളില്ല, എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ വിനയം കാണിച്ച്, താഴ്മ കാണിച്ച്, അള്ളാഹിൻ്റെ മഹത്വം അംഗീകരിച്ച്, നമ്മുടെ ദൗർബല്യം കാണിച്ചുകൊണ്ട് പറയണം. അതാണ് ദുആ. അല്ലാതെ അല്ലാഹ് വാണി തന്നോട്ടെ എന്നുള്ളതല്ല. അത് അദബകേടായ പദപ്രയോഗമാണ്. എപ്പോഴും ഇദ്ഹാറുൽ ദുഅഫ് ദുആഇൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ദൗർബല്യം പറയാം, നമ്മുടെ ബുദ്ധിമുട്ട് പറയാം, എടുങ്ങാറ് പറയാം, നമ്മുടെ തവാദുഅ് വിനയം കാണിക്കുക. റബ്ബേ ഞാൻ എനിക്ക് ആവശ്യക്കാരനാണ്, അത് റബ്ബിനോട് പറയുക. റബ്ബിൻ്റെ മഹത്വം, റബ്ബേ നീയാണെല്ലാം, നീ തന്നെങ്കിലേ എൻ്റെ മക്കൾ എന്തുമുള്ളൂ എന്ന് അത് സമ്മതിച്ചു കൊടുക്കുക. അതൊക്കെ ദുആയുടെ അർത്ഥതലമാണ്. തഫ്സീർ റാസി ചർച്ച കാണാം. അല്ലാഹു തആല എല്ലാം പണ്ടേ തീരുമാനിച്ച് ഖദറാക്കിയതാണല്ലോ, പിന്നെ ദുആയ്ക്ക് എന്താ പ്രസക്തി ഉള്ളത്, എന്തിനാ തോൽക്കണത്? അപ്പോൾ ഒരുപാട് മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ ദുആ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം നേടൽ മാത്രമല്ല, അതിനപ്പുറത്ത് നമ്മുടെ ദൗർബല്യവും റബ്ബിൻ്റെ മഹത്വവും അംഗീകരിച്ചു കൊടുക്കൽ ദുആയിലുണ്ട്. അതാണ് ദുആയുടെ മർമ്മം. റബ്ബേ നീ വലിയോനാണ്, നീയാണ് എനിക്കെല്ലാം, നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ, നിന്നിലാണ് ഞാൻ എൻ്റെ തവക്കുല്, എനിക്ക് നീ നൽകണം, നീ അല്ലാതെ മറ്റൊന്നും നൽകാനില്ല എന്ന് നമ്മുടെ വിനയവും താഴ്മയും നമ്മുടെ ദൗർബല്യവും എല്ലാം എടുത്തു പറയുക. അത് ദുആയുടെ ഒരു അദബാണ്. സക്കറിയ നബിയുടെ പ്രാർത്ഥന അതാണല്ലോ, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റസു ശൈബ, റബ്ബേ തലയൊക്കെ നരക്കിച്ച് തിളങ്ങാൻ തുടങ്ങി, റബ്ബേ എല്ലൊക്കെ ബലമില്ലതായി, റബ്ബേ അല്ലാഹ്ക്കറിയില്ലേ. പിന്നെ എന്തിനാ പറയണത്? തൻ്റെ ദൗർബല്യം, റബ്ബേ ഇന്ന് എനിക്ക് ശേഷിയില്ല എന്ന് അവിടെ എടുത്തു പറയുക. അത് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമാണ്. ഉമർ ഖത്താബ് പ്രാർത്ഥിച്ചു. 63 വയസ്സായപ്പോൾ ഉമർ ഖത്താബ് ദുആ ചെയ്തു, പഠിച്ചോനെ പ്രായം കുറച്ച് കൂടി റബ്ബേ, അല്ലാഹുമ്മ ഇന്നക ബുറത്ത് സിന്നി, എൻ്റെ പ്രായം കൂടിയിരിക്കുന്നു, വദഅഫത ഖുവ്വതി, എൻ്റെ ശക്തിയൊക്കെ ഇപ്പോൾ ദുർബലമായി, പഴയ കാലത്തെ പോലെ അന്നത്തെ പോലെ വണ്ടിപ്പാഞ്ഞിലത്ത് എത്താൻ പറ്റുന്നില്ല റബ്ബേ. ഖലീഫയെ ചുമതലയേറ്റപ്പോൾ
അന്നുള്ള ആ ഒരു ആരോഗ്യം, അന്നുള്ള ആ ചുറുചുറുക്കും ഇപ്പം എനിക്ക് ഓടി എത്തുന്നില്ല. ഒന്തശത്രഅയ്യത്തി, പ്രജകളാണെങ്കിൽ ഒരുപാട് ദേശങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അന്നൊരു മദീനയും മക്കയും പരിസരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഉമർ ഖത്താബിൻ്റെ ഭരണത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. ഇന്ന് അവിടെ എല്ലാം ഓടിയെത്താൻ എനിക്ക് കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് ഫഖ്ബിദ്നി ഇലൈക, എന്നെ നീ നിന്നിലേക്ക് സ്വീകരിക്കണം. വൈറ മുളയ്യഇൻ വലാ മുഖസ്സിർ, ഒരു വീഴ്ച വരുത്തിയവനല്ലാത്ത രൂപത്തിൽ എനിക്ക് ദുന്യാവിന്ന് പോകണം. ഇനി ഞാൻ ഖലീഫ ആയാൽ ഇനി വീഴ്ച വരും. കാരണം പഴയ ആ ഒരു ഊക്കിപ്പല്ല, പ്രായം കൂടിയല്ലോ, ആരോഗ്യമൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി, ഒരുപാട് പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടുകയും വേണം, അത് എത്താൻ കഴിയുന്നുമില്ല. അപ്പം ഇനി ഞാൻ ഖിലാഫത്തുമായി പോവുകയാണെങ്കിൽ ഇനി എനിക്ക് വീഴ്ചകൾ സംഭവിക്കും, പോരായ്മകൾ സംഭവിക്കും. അതുകൊണ്ടൊരു വീഴ്ച ഇല്ലാത്തവനായി, പോരായ്മ ഇല്ലാത്തവനായി എനിക്ക് ദുന്യാവെന്ന് മടങ്ങണം റബ്ബേ, അതുകൊണ്ട് എന്നെ നീ സ്വീകരിക്കണേ എന്ന് ഉമർ ഖത്താബ് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത് ഒരു മാസം തികയും മുമ്പ് ഉമർ ഖത്താബ് വഫാത്തായി. ഇമാം മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണത്. അപ്പോൾ അതാണ് എപ്പോഴും പടച്ച റബ്ബിനോട് നമ്മുടെ ദൗർബല്യം പറയുക, അത് ദുആഇൻ്റെ ഒരു അദബാണ്. നമുക്കത് ആവശ്യമുണ്ട്, കിട്ടിയേ പറ്റൂ, എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് വേറെ എവിടെയും പോയി ചോദിക്കാനില്ല എന്ന് നമ്മൾ മനുഷ്യന്മാരും കൂടെ അങ്ങനെയല്ലേ. നമ്മളെ മനുഷ്യന്മാർ വരെ നമ്മളെ പെരി എന്നിട്ട് എനിക്ക് വേറെ എവിടെ പറയാൾ, നിങ്ങൾ തന്നെങ്കിലും ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെന്ന് കൊടുക്കൂലേ. മറ്റു ഓലൊക്കെ തന്നു, മറ്റൊന്നും ഇപ്പം തന്നു, നിങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ തരുന്നുണ്ടെങ്കിൽ ഇവിടെ പല്ല ചോദിക്കുവാറേ, അത്രയും നമ്മളും കൂടി കണക്കിലാക്കുള്ളൂ. അപ്പം പടച്ച റബ്ബിനോട് എപ്പോഴും തൻ്റെ വിനയവും തൻ്റെ വിജയത്വവും താഴ്മയും പ്രകടിപ്പിക്കുക. അല്ലാതെ അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത, അബ്ബേ നിനക്കുദ്ദേശമുണ്ടെങ്കിൽ പൊറുത്തതാ എന്ന് പറഞ്ഞുകൂടാ. ചോദിക്കാം, ദീനിൽ ഒരു ഖൈർ കാണുമെങ്കിൽ പറ്റും, ദീനിൽ ഖൈർ കാണുന്നുവെങ്കിൽ പറ്റും. നമുക്കൊരു മുസീബത്തുണ്ടായതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. ദീനിൽ അത് ഖൈറാണ് എങ്കിൽ അത്തരം ചില പ്രാർത്ഥനകൾ അനുവദിക്കപ്പെട്ടതാണ്. ഇമാം ബുഖാരി ദുആ ചെയ്തല്ലോ, റബ്ബേ ഭൂമി വിശാലമാണ്, ആ വിശാലത എനിക്ക് അനുഭവപ്പെടുന്നില്ല, ഫഖ്ബിദ്നി ഇലൈക, അത് എന്നെ നീ സ്വീകരിക്കണമേ എന്നും ഇമാം ബുഖാരി ദുആ ചെയ്തു. ഇമാം ബുഖാരി ദുആ ചെയ്ത് ഒരു മാസം കഴിയും മുമ്പ് ഇമാം ബുഖാരി വഫാത്തായി. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫത്വലബുൽ ഹാജത്ത് മിനല്ലാഹ്, റബ്ബിനോടൊരു ആവശ്യം തേടുക എന്നത് ലാ യുഅല്ലഖു അലൽ മശീഅത്തി, അത് മശീഅത്തുമായി ബന്ധിപ്പിക്കാവതല്ല. വഇന്നമാ യുജ്സമു ബിഹി, അത് ഉറപ്പിച്ചുകൊണ്ടാണ് ചോദിക്കേണ്ടത്. കിട്ടണമെന്ന നിർബന്ധ ബുദ്ധിയിൽ കിട്ടിയേ പറ്റൂ, എനിക്ക് റബ്ബേ നരകം സഹിക്കാൻ കഴിയില്ല, എനിക്ക് സ്വർഗം കിട്ടിയേ പറ്റൂ, എനിക്ക് നീ പുറത്തു തന്നേ പറ്റൂ, ആ ഉറപ്പിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. വഫി സ്വഹീഹി അൻ അബീ ഹുറൈറ, വഫി സ്വഹീഹി, സ്വഹീൽ ബുഖാരി വന്നിട്ടുണ്ട്. വഫി സ്വഹീഹി മാത്രം ഉപയോഗിച്ചാൽ സ്വഹീൽ ബുഖാരി ഉദ്ദേശം, സ്വഹീ മുസ്ലിം അല്ല. വഫി സ്വഹീഹി എന്ന് പറഞ്ഞാൽ അസ്വഹീഹി അലിഫ് ലാം ഇട്ടിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ വഫിൽ ഹദീസ് സ്വഹീഹി പറയും. സ്വഹീ ഹദീസിൽ വന്നതാണെങ്കിൽ അപ്പോൾ എവിടെയും ആവാം, ഏത് കിതാബിലും ആവാം. വഫിൽ ഹദീസ് സ്വഹീഹി എന്ന് പറഞ്ഞാൽ സ്വഹീഹ ഹദീസിൽ വന്നിരിക്കുന്നു, ആ ഹദീസ് എവിടെയുള്ളത് അത് വേറെ പറയും. വഫി സ്വഹീഹി എന്ന് മാത്രം പറഞ്ഞാൽ അസ്വഹീഹിൽ വന്നിട്ടുണ്ട്. അസ്വഹീഹ് ഏതാണ്? സ്വഹീൽ ബുഖാരി. വഫി സ്വഹീഹൈനി, അസ്വഹീഹൈനിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹീൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അതങ്ങനെ വേർതിരിച്ച് പറയും. വഫി സ്വഹീഹി, സ്വഹീൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. എന്ത് വന്നിട്ടുണ്ട്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യഖുൽ അഹദുക്കും, നബി നിങ്ങൾ പറഞ്ഞു, നിങ്ങളാരും പറയരുത് അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത, അല്ലാഹുമ്മ റഹംനി ഇൻ ശിഅ്ത എന്നൊന്നും പറയരുത്. റബ്ബേ നീ കാരുണ്യം ചെയ്യണേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നീ പുറത്തു തരണേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറയരുത്. ലിയഅ്സമിൽ മസ്അല, അവൻ ഉറപ്പിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ദൃഢമായ രൂപത്തിൽ ഉറപ്പായ രൂപത്തിൽ ചോദിക്കട്ടെ. കാരണം ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹു, റബ്ബിനെ നിർബന്ധിക്കുന്ന ആരുമില്ല. ഇഷ്ടണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹായ്ജ് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയാൻ പറയാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് പടച്ച റബ്ബിൽ നിന്ന് കിട്ടണം. ആ ഒരു അസ്മത്തോടു കൂടി, ആ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ നിങ്ങൾ ചോദിക്കണം. വലി മുസ്ലിമിൻ, ഇതേ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നപ്പോൾ പദത്തിൽ വ്യത്യാസമുണ്ട്. അവിടെ കാണാം വൽ യുഅല്ലിമിർ റഗ്ബത, അവൻ്റെ ആ ആഗ്രഹം അവൻ അങ്ങേയറ്റം ശക്തമാക്കട്ടെ. കിട്ടണമെന്ന അവൻ്റെ റഗ്ബത്ത്, ആഗ്രഹം, അത് വലിയ ആഗ്രഹമാകണം. കാരണം ഫഇന്നല്ലാഹ ലാ യതആലമഹു ശൈഉൻ അഅതാഹു, റബ്ബ് നൽകുന്ന ഒരു കാര്യവും അല്ലാഹു തആലക്ക് വലിപ്പം കൂടുകയില്ല. അല്ലാഹ്ക്ക് എന്തും തരാലോ,
അള്ളാഹ്ക്ക് തന്നിട്ടുണ്ടോ വല്ല കമ്മിയും ഇല്ല. അപ്പം നമ്മൾ ഫിർദൗസ് ചോദിക്കുമ്പോൾ ഫിർദൗസ് ഒന്നും ചോദിക്കാൻ മാത്രം ഞാനില്ല എന്ന് പറയണ്ട, നമ്മൾ ഏത് ചോദിക്കാനും ഇല്ല. എന്നാൽ പഠിച്ചോടെ അതൊക്കെ വലിപ്പ് കയറോ ഇല്ല. എന്തെന്നാലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അതൊക്കെ വളരെ സിമ്പിളാണ്. ഇമാം ഷാഫി പറഞ്ഞല്ലോ, മരിക്കുന്ന ആ രാത്രി റജബ് മാസം അവസാനത്തെ ദിവസത്തിൽ ഇശാനിസ്കാരവും കഴിഞ്ഞ് കിടന്നിട്ടാണ് ഇമാം ഷാഫി വഫാത്താകുന്നത്. അദ്ദേഹം രോഗിയാണ്, 5 കൊല്ലമായിട്ട് രോഗിയാണ്. 49-ാമത്തെ വയസ്സിൽ പൈൽസുണ്ടായി. ആ പൈൽസിനെ തുടർന്ന് ധാരാളമായി രക്തം പാർന്നൊഴുകി ശരീരമാസകലം പറ്റ ക്ഷീണിച്ച് അവശനായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് അദ്ദേഹം മാറി. പിന്നെ അദ്ദേഹം യാത്ര പോയിട്ടില്ല. 49-ാമത്തെ വയസ്സിൽ 199 ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം പിന്നെ യാത്ര പോയിട്ടില്ല. 5 കൊല്ലം അവിടെ കൂടി. അവിടെ അന്ന് അദ്ദേഹം കിതാബ് എഴുതാനിരുന്നു. വേറെ പുറത്തെവിടെയും പോകാൻ വയ്യ, ഇൽമ് തേടി സഞ്ചരിക്കാൻ കഴിയണില്ല. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം തരീഫ് കിതാബിലെ അദ്ദേഹം മുഴുകിയത്. അങ്ങനെ അവസാനം മരിക്കുന്ന അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇമാം മുസ്നി, പെങ്ങളെ മോനുമാണ്, ഏറ്റവും അടുത്ത ശിഷ്യനുമാണ്. അദ്ദേഹം കാണാൻ വരുന്നുണ്ട് ഉസ്താദിനെ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, കൈഫ് അസ്ബഹ്ത്, എന്താണ് ഇന്നത്തെ നിങ്ങളെ വിശേഷം, എന്താ അവസ്ഥ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുന്യാവെന്ന് യാത്ര പോവുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൂട്ടുകാരെയെല്ലാം വേർപിരികയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഉള്ള യാത്രയിലാണ് ഞാനുള്ളത്. എൻ്റെ പാപങ്ങൾ എനിക്ക് വലിയ ബേജാറുണ്ട്, വലിയ പാപങ്ങൾ എനിക്കുണ്ട്. അദ്ദേഹം ദുആ ചെയ്തു, റബ്ബേ എൻ്റെ പാപങ്ങളും എൻ്റെ മഗ്ഫിറത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ മഗ്ഫിറത്താണ് വിശാലം, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണം റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയും അത് കഴിഞ്ഞ് അധികം കഴിയാതെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വഫാത്താവുകയും ചെയ്തതാണ്. എന്താ പോലൊക്കെ പാപം ചെയ്ത് അതെ. അപ്പം മഗ്ഫിറത്തിൻ്റെ വലിപ്പം അതാണ്. നിൻ്റെ മഗ്ഫിറത്ത് നോക്കുമ്പോൾ എൻ്റെ പാപം ഒന്നുമല്ല, അതുകൊണ്ട് പഠിച്ചോനെ എനിക്ക് പുറത്തിരിക്കണേ. ഓരോ പാപം ചെയ്തിട്ടില്ല, ഒരു ജീവിതത്തിൽ മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ച മനുഷ്യന്മാർ. പക്ഷെ ഒരു മനസ്സ്, ഒരു വിനയം, ആ ദുആ ചെയ്യാനുള്ളൊരു മനസ്സ്, ഉമർ ഖത്താബിൻ്റെ പാർട്ടി നമ്മൾ കണ്ടതിനാണല്ലോ. അതൊക്കെ ആ ഒരു വല്ലാത്തൊരു റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ള ആ മനസ്സാണ്. അതുണ്ട്, അത് ശരിയാണ്. ഹദീസ് എന്താണ്? അപ്പം നീ എളുപ്പമാക്കിയതല്ല, എളുപ്പമില്ല, അവിടെ നീ വ്യക്തമായി എളുപ്പമാക്കി മാറ്റുന്നവരാണല്ലോ, അത് പറയാം. അത് സമാനമായി കുറേ സംഗതി ഉണ്ട്. നീ നൽകിയതല്ലാതെ ഒന്നുമില്ല, നീ തന്നാൽ തടുക്കാൻ ആരുമില്ല, ഒക്കെ അതിന് മറ്റു ചില വശങ്ങളാണ്, അതൊക്കെ പറയാം. നമുക്ക് കിട്ടണമെന്നൊരു ഒരു നിശ്ചയദാർഢ്യം നമുക്ക് വേണം. അതെ അതെ, അതൊക്കെ ഹദീസുകളാണ്. അതൊക്കെ പറയാം. നമ്മളെ പാപങ്ങൾ ഏറ്റു പറയാം, അല്ലാതെ മഗ്ഫിറത്ത് പറയാം, അതൊക്കെ പറയണം. അതിനാണ് ശരി. ഇവിടെ എന്താണ്? റബ്ബേ എനിക്ക് പുറത്തു തരണേ ഇൻ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പുറത്തു തരണേ. അല്ല, അതുണ്ട്. അത് നീ ഉദ്ദേശിച്ചാൽ ഇതിനെ നീ എളുപ്പമാക്കി മാറ്റും എന്നാണ്. അതൊക്കെ എത്ര പ്രയാസമുള്ളതും അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ എളുപ്പമാക്കി മാറ്റും. അത് ശരിയാണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ. ഏത് വലിയ ബുദ്ധിമുട്ടും റബ്ബ് തീരുമാനിച്ചാൽ അതിനെ അല്ലാഹു എളുപ്പമാക്കി മാറ്റും. അതുകൊണ്ട് എനിക്ക് നീ എളുപ്പമാക്കി തരണേ. അതാണ്. നീ ഉദ്ദേശിച്ച എളുപ്പമാക്കി തന്നെയല്ല, നീ ഉദ്ദേശിച്ചാൽ ഏത് മുസീബത്തിനെയും ലഘൂകരിക്കാൻ കഴിയും റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് ലഘൂകരിക്കണേ. അതൊക്കെ നീ അങ്ങനെ ചെയ്യുന്നവനാണ്. അത് ഏതുപോലെ നീ റഹീമ റബ്ബേ, അതുകൊണ്ട് റഹ്മത്ത് നൽകണേ. നീ റഹ്മാന റബ്ബേ, നീ റഹ്മത്ത് നൽകണേ. നീ ഗഫൂറാണ് അല്ലാഹ്, അതുകൊണ്ട് നീ മഗ്ഫിറത്ത് നൽകണേ എന്ന് പറയുന്ന പോലെയാണ്. നീ വിചാരിച്ചാൽ ഏത് ബുദ്ധിമുട്ടും ചെറുതായി പോകും, അതുകൊണ്ട് എനിക്ക് നീ ചെറുതാക്കി തരണേ. അത് തവസ്സുലാണ്. അല്ലാഹുവിന്റെ നാമങ്ങളെ വെച്ച് അവരുടെ വിശേഷണം വെച്ചുകൊണ്ടുള്ള തവസ്സുലാണ്. അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കേട്ടില്ല? അല്ലാഹുമ്മ അവിടെ കൽപ്പനയല്ല, കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുന്നതാണ്. അവിടെ അമ്ര് കാര്യം എന്ന അർത്ഥത്തിലാണ്. നീ എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു? അല്ലാഹുമ്മ ഇൻ ശിഅ്ത, അല്ലാഹുമ്മ റഹ്മനി ഇൻ ശിഅ്ത എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതിന് 2 കാര്യം അതിലുണ്ട്. ഒന്ന്, അന്നല്ലാഹു സുബ്ഹാനഹു ലാ മുക്രിഹ ലഹു അൽ ഫിഅലി, ഒരു കാര്യം ചെയ്യാൻ റബ്ബിനെ നിർബന്ധിക്കുന്ന ആരുമില്ല. ഒക്കെ അല്ലാഹുവിന്റെ മശീഅത്ത് തന്നെയാണ്. അല്ലാതെ അല്ലാഹ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ മശീഅത്ത്, അല്ലാഹ് ഉദ്ദേശവും ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യൂല. അത് റബ്ബിന് ഇഷ്ടമാണ്. വഇന്നമാ ഹുവ യഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു. ബിഖിലാഫിൽ അബ്ദി, അടിമ അങ്ങനെയല്ല. അവനോ ഫഇന്നഹു യഫ്അലു ശൈഅ
അടിമ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യും, വഹുവ കാരിഹുൻ, ഒരു ഇഷ്ടമില്ലാതെ തന്നെ. നമ്മൾ പലതും ചെയ്യും, നമ്മൾ ചെയ്യാൻ വലിയ താല്പര്യം. ഇപ്പം എന്താ ഇപ്പം കാട്ടെ, ഇടങ്ങാറായിക്കാണ്ട് മറ്റവൻ്റെ മുഖം കാണ്ടാച്ചാണ് ചെയ്തതാണ് എന്ന് പറയും നമ്മൾ. അല്ല അങ്ങനെ ചെയ്യോ? ഇല്ല. ഫഅദുല്ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്ന അല്ല ചെയ്യുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കാത്തതും ചെയ്യും, ഇഷ്ടമില്ലാതെയും ചെയ്യും, വെറുപ്പുള്ളതും ചെയ്യും, മറ്റു പല കാരണങ്ങളാൽ. വലാകിൻ യഫ്അലുഹു, അടിമ അത് ചെയ്യും, ലിഖൗഫിൻ, ഒരു ഭയത്തിനാൽ, ഔ റജാഇൻ, അല്ലെങ്കിൽ പ്രതീക്ഷയാൽ, മിൻ അഹദിൻ, മറ്റൊരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ മേലുദ്യോഗസ്ഥന് വേണ്ടി പലതും ചെയ്യും. അതേപോലെ പല ആനുകൂല്യം കിട്ടാൻ വേണ്ടി പലതും ചെയ്യും. നമ്മൾ പറയും ഇതൊന്നും ഇപ്പോൾ ചെയ്യാൻ പോകുന്നതിന് ചില എന്താ ഒരു കട്ടകാലം പിടിച്ചാൽ ചെയ്തു കൊടുക്കാനേ വേറെന്താ കാട്ടുകയെന്ന് അറിയും. അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒന്നുമില്ല. വല്ലാഹു ലൈസ കദാലിക്, പടച്ച റബ്ബ് അങ്ങനെയല്ല. അല്ലാഹു യഫ്അലു മാ യുരീദ്, ഫഅദു ലിമാ യുരീദ്. രണ്ടാമത്തെ പ്രശ്നം അന്ന തഅലീഖ മശീഅ, ഈ മശീഅത്തുമായി ബന്ധിപ്പിക്കുമ്പോൾ നീ ഉദ്ദേശിച്ചാൽ പുറത്തുതന്നെയാണല്ലോ. അങ്ങനെ പറയുമ്പോൾ യദുല്ലു അലാ ഫതൂരിൻ ഫി ത്വലബി വഖില്ലത്തി റഗ്ബത്തിൻ ഫീഹി, ത്വലബിലുള്ള ഒരു എന്താ പറയുക, ഒരു വീക്ക്നെസ് അതിലുണ്ട്. നമുക്ക് അത്ര ഒരു അത്യാവശ്യമില്ല എന്നൊരു ധ്വനി അതിൽ വരും. അതേപോലെ വഖില്ലത്തി റഗ്ബത്തിൻ ഫീഹി, അതിൽ വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ തന്നോ എന്ന് പറയുമ്പോൾ എനിക്കത്ര അത്യാവശ്യമില്ല എന്നല്ലേ അർത്ഥം. എനിക്ക് വേണമെങ്കിൽ പുറത്തുനിന്നോ എന്ന് പറഞ്ഞാൽ എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല, ഇപ്പം എനിക്കങ്ങനെ ഇതുണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് അത്ര വലിയ താല്പര്യമില്ല എന്ന ധ്വനി അതിൽ വരും. ഫൈൻ ഹസല, കിട്ടിയാലോ ഓക്കെ, വയില്ല ഇസ്തഗ്നാനു, കിട്ടിയില്ലെങ്കിലോ പ്രശ്നമൊന്നുമില്ല. മഗ്ഫിറത്ത് കിട്ടിയാൽ ആയിക്കോട്ടെ, ഇനി പുറത്തൊന്നുമില്ല, വിഷയമൊന്നുമില്ല എന്ന് പറയുന്ന പോലെയാണത്. അവിടെ അത് ശരിയല്ല. വഹാദ യദുല്ലു അലാ അദമിൽ ഇഫ്തിഖാർ ഇലല്ലാഹ്, അതർത്ഥം അള്ളാഹുവിന് അവൻ അത്ര ആശ്രയമൊന്നുമില്ല എന്നൊരു അതിലുണ്ട്. എനിക്ക് പഠിച്ചവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും അത്ര വലിയ അത്യാവശ്യമുള്ളതൊന്നല്ല, ഞാൻ അള്ളാഹ്ക്ക് വേണമെങ്കിൽ തന്നോട്ടെ എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അത് നമ്മുടെ ഉബുദിയത്തിൻ്റെ അസുലിനെതിരാണ്. അതുകൊണ്ട് ഫീ റിവായത്ത് മുസ്ലിമിൻ അൽ അംറു ബി തഅലീമി ത്വലബ്, നേരത്തെ പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിച്ച റിവായത്തിൽ വന്നതാണ്. നീ തേടുമ്പോൾ വലിയ ചോദിക്കണമെന്ന് പറഞ്ഞു. കാരണം റബ്ബ് നൽകുന്ന ഒന്നും അള്ളാഹ്ക്ക് വലുതാവൂല. ലാ യക്ബറു അലൈഹി സുബ്ഹാന വലാ യുസിറുഹു, എത്ര വലുത് കൊടുത്താലും അള്ളാഹ്ക്കത് വലുതല്ല, അള്ളാഹ്ക്കത് പ്രയാസമല്ല. അത്ര വലുതും ചോദിക്കേണ്ട പറയാൻ അള്ളാഹ്ക്കത് വലുത്, വലുത് അമ്മക്കല്ലേ, വലുത് അമ്മക്കാണല്ലോ, വലുതും ചെറുതൊക്കെ നമ്മക്കേ ഉള്ളൂ. പടച്ചോന് ഇവിടെ ദുനിയാവ് മുഴുവൻ അള്ളാഹ് വാരിക്കോരി കൊടുത്താലും അള്ളാഹ്ക്കത് ഒന്നുമില്ല. വലൈസ ഇൻദഹു ബിഅലീം, അതൊന്നും അള്ളാഹുവിന്റെ അലീമല്ല. വൈൻ അലുമ ഫീ നഫ്സിൽ മഖ്ലൂഖ്, സൃഷ്ടിയുടെ മനസ്സിൽ അതൊക്കെ വലിയ കാര്യമായിരിക്കും. അള്ളാഹിനെ സംബന്ധിച്ച് അതൊന്നും ഒന്നുമല്ല. അള്ളാഹ്ക്ക് ഒക്കെ അള്ളാഹിന്റെ മഖ്ലൂഖല്ലേ, എല്ലാം അള്ളാഹ്. ഫിർദൗസ് അള്ളാഹ് ഫ്രീ കൊടുക്കല്ലേ, ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹ് ഫ്രീ കൊടുക്കുകയാണ്. അള്ളാഹ്ക്കത് വലുതല്ല, നമുക്കത് വലുതാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഇപ്പം അത്ര വലുതും ചോദിക്കണ്ട എന്ന് പറയാം. അള്ളാഹ്ക്ക് അങ്ങനെ വലുതും ചെറുതുമില്ല. പടച്ചോനെ ഒന്നും വലിപ്പം കൂടില്ല, നമുക്ക് എന്തും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. അള്ളാഹിൻ്റെ ഫദ്ല് കാമിലാണ്, പരിപൂർണമായ ഫദ്ലാണ്, പരിപൂർണമായ ഹിനയാണ് അള്ളാഹ്ക്കുള്ളത്. അവൻ്റെ ഹിന അത്രമേൽ വിശാലമാണ്. വലിയ വലിയ കൊടുതികൾ അവൻ കൊടുക്കും. ഒന്നും അവൻ അശക്തമാക്കുകയില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹ് അത്രേ ഉള്ളൂ. എത്ര വലിയ കാര്യവും കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുമ്പോൾ അത് ചോദിച്ചാൽ കുറച്ച് ഏറോ, അത് കുറച്ച് വലിപ്പം കൂടും, അത്ര ചോദിക്കണോ, അതൊന്നുമില്ല. പഠിച്ചോനെ സംബന്ധിച്ച് ഓൻ്റെ അടിമക്ക് കൊടുക്കാൻ ഒന്നിലും ഒരു ഇതും അള്ളാഹുക്ക് പ്രയാസവുമില്ല. അവിടെ ചോദിക്കുമ്പോൾ എപ്പോഴും കിട്ടണമെന്ന ഉറപ്പിലും ഏറ്റവും വലിയ മട്ടത്തിലും അള്ളാഹ് ചോദിക്കുക. അത് നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസിനെ ചോദിക്കുക. അതിലും വലിയ സ്വർഗം പറഞ്ഞല്ലോ. ഫിർദൗസൊക്കെ ഇപ്പോൾ ചോദിക്കണം, നമുക്ക് തൽക്കാലം ഒന്നാണ്ട് അവിടെ കയറാൻ പറ്റിയാൽ മതി. അല്ല, അള്ളാഹ്ക്ക് അതും കണക്കന്നെ മറ്റും കണക്കന്നെ, നമുക്കാണത് വലുത്. അപ്പം അതുകൊണ്ട് ആ പദം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ പദം പറഞ്ഞത് അല്ലാഹുമ്മ അലൈക്കസ്സലാം, അള്ളാഹ്ക്ക് സലാം ഉണ്ടാവട്ടെ പറയാൻ പാടില്ല. 2 മശീഅത്ത്, അപ്പേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പുറത്തുതാ, കാരുണ്യം നൽകണേ എന്ന് പറഞ്ഞുകൂടാ. 3 വമിൻ അൽഫാദിൽ ലാ തുഖാലു ഫീ ഹഖ്ഖില്ലാഹി തആല, അള്ളാഹിന്റെ കാര്യത്തിൽ പറയാൻ പാടില്ലാത്ത മറ്റൊരു പദം അൽ ഇഖ്സാമു അലല്ലാഹ്, അള്ളാഹിന്റെ പേരിൽ ഇഖ്സാം ഉറപ്പിച്ച് സത്യം ചെയ്ത് പറയുക. എങ്ങനെ? ഇദാ കാന ജിഹത്തുൽ ഹജ്രി അലൈഹി അല്ലാ യഫ്അലുൽ ഖൈർ,
അള്ളൊരു ഖൈർ ചെയ്യൂല എന്ന് പരിമിതപ്പെടുത്തുന്ന രൂപത്തിൽ പടച്ചോനാണ് സത്യം, അല്ല തരൂല എനിക്ക് അറിയാം എന്ന് പറയാൻ പറ്റൂല. എനിക്കല്ല തരൂല, അല്ല എനിക്ക് പുറത്ത് തരൂല, എനിക്ക് നല്ല സ്വർഗം തരൂല, അത് പറയാൻ പറ്റൂല. അത് പറയാൻ നമ്മളാരാ? അത് പറയാൻ നമുക്കെന്താ അവകാശമുള്ളത്? അങ്ങനെ പറഞ്ഞുകൂടാ. ഈ അർത്ഥത്തിൽ പടച്ചോനെ പേരിൽ ഒരു ശപഥം ചെയ്തുകൊണ്ട് ഒരു സംഗതി ഖൈറിനെ മുടക്കുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ അത് പറയാൻ പാടില്ല. അൻ ജുന്ദുബ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, വല്ലാഹി അല്ലാഹയാണ് സത്യം, ലാ യഗ്ഫിറുല്ലാഹ് അല്ല പുറത്തു കൊടുക്കുകയില്ല, ലിഫുലാൻ ഇന്ന ആൾക്ക്, ഓണെന്ന് എന്തായാലും അല്ല പുറത്തു കൊടുക്കൂല, ഓ എന്തായാലും നരകത്തിലാണ്, ഓൻ എന്തായാലും രക്ഷപ്പെടൂല എന്നൊക്കെ അള്ളാഹിന്റെ പേരിൽ ഒരാൾ ചേർത്തി പറയാം. ഇങ്ങനെ ഒരാൾ പറഞ്ഞു നബിന്റെ മുമ്പ്. ഫഖാൽ, അപ്പം നബി തങ്ങൾ പറയാണ്, ഫഖാൽ അല്ലാഹു അസ്സ വജല്ല, ഇയാൾ ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, മൻ ദല്ലദി യതഅല്ലാ അലയ്യ, ആരാണ് എൻ്റെ പേരിൽ ശപഥം ചെയ്തു പറയുന്നത്, അല്ലാ അഗ്ഫിർ ലിഫുലാൻ, ഞാൻ ഓനെ പുറത്തു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ആരാളുള്ളത്, ഇന്നി ഖദ് ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, വഅഹ്ബത്തു അമലക, നിന്റെ അമല് ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. ആ ഒറ്റ വാക്യം വരെ ഈ പറഞ്ഞോൻ്റെ എല്ലാ അമലും അല്ലാണ്ട് ബാത്തിലാക്കി. ആരാത് പറയാനെന്ന്? അല്ല അങ്ങനെ പുറത്തു കൊടുക്കില്ല പറയാൻ നീ ആരാണ്? അത് അള്ളാൻ്റെ അവകാശമാണ്, അത് അള്ളാൻ്റെ മശിയത്താണ്. അത് നമ്മളെല്ലാം തീരുമാനിക്കുക. അള്ളാഹ് ആർക്ക് പുറത്തു കൊടുക്കണം, ആർക്ക് സ്വർഗം കൊടുക്കണം, ആരെ ശിക്ഷിക്കണം, അത് അള്ളാൻ്റെ ഇഷ്ടം. നരകം അള്ളാൻ്റെ സൃഷ്ടിയാണ്, സ്വർഗം അള്ളാൻ്റെ സൃഷ്ടിയാണ്, അടിമകളെല്ലാം അള്ളാൻ്റെ സൃഷ്ടികളാണ്. അത് ആർക്ക് എന്ത് കൊടുക്കുന്ന അള്ളാൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ നമുക്ക് അവിടെ കയറിയിട്ട് അവിടെ തീരുമാനം പറയാനൊന്നും അവകാശമില്ല. എന്ന് പറഞ്ഞല്ലോ, തഅല്ലി എന്ന് പറഞ്ഞാൽ അലിയത്തിൽ നിന്നാണ്, സത്യം, ശപഥം എന്നർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാം. ഹദീസ് വന്നല്ലോ, അല്ലാഹ് പറഞ്ഞു, മൻ ദല്ലദി യതഅല്ലാ അലയ്യ, മൻ ദല്ലദി, ആരുണ്ടിങ്ങനെ എന്നുള്ളത് ചോദിച്ചല്ലോ. അഥവാ ഇസ്തിഫ്ഹാമു ഇൻകാർ, അത് നിഷേധത്തിൻ്റെ ചോദ്യമാണ്. ആരുണ്ട് ചോദിച്ചാൽ ഞാൻ ഉണ്ട് പറയാനല്ല, അങ്ങനെ ആരുമില്ല. എൻ്റെ പേര് സത്യം ചെയ്യാൻ ആരാളുള്ളത് ചോദിച്ചാൽ അതിനാരും ആയിട്ടില്ല, നിങ്ങളാരും അങ്ങനെ അള്ളാഹിൻ്റെ പേര് പറയാൻ മാത്രമൊന്നും നിങ്ങളായിട്ടില്ല എന്നർത്ഥം. വഹാദ റജുലു, ഈ മനുഷ്യൻ, അസാ അൽ അദബ മഅ അല്ലാഹി തആല, അള്ളാഹുവിനോടുള്ള അദബ് അതിൽ മോശം ചെയ്തു, സൂഉൽ അദബ് ചെയ്തു, മോശപ്പെട്ട രൂപത്തിലാണ് ചെയ്തത്, അള്ളാഹുവിന്റെ അദബ് പാലിച്ചില്ല. വഹകമ അലൈഹി, അള്ളാഹിന്റെ പേര് അവൻ വിധി പറഞ്ഞു. വഖതഅ, ഉറപ്പിച്ചു പറഞ്ഞു, അന്നഹു ലാ യഗ്ഫിർ ലിഹാദൽ മുദ്നിബി, ഈ പാപിക്കൊന്നും പുറത്തു കൊടുക്കുകയില്ല എന്ന് ഓനോട് ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിക്കാൻ ഇവൻ ആളല്ല. ഫകഅന്നഹു ഹകമ അല്ലാഹു സുബ്ഹാനഹു, അപ്പോൾ അള്ളാഹിന്റെ പേര് ഹുക്കം പറഞ്ഞ പോലെയാണ്. അള്ളാഹ് പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇവൻ തീരുമാനിക്കും അള്ളാഹ് ആർക്ക് പുറത്തു കൊടുക്കണം എന്നല്ലേ അർത്ഥം. വഹാദാ മിൻ ജഹ്ലിഹി, അത് അവൻ്റെ അറിവില്ലായ്മയാണ്. റുബൂബിയത്തിന്റെ സ്ഥാനം, റബ്ബ് എന്നത് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അത് എത്രമേൽ മഹത്വമാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് അവന് പറഞ്ഞത്. ഓന് മനുഷ്യന്മാരെ പോലെ അള്ളാഹിനെ കണക്കാക്കി, അള്ളാഹിൻ്റെ മഹത്വം അവൻ്റെ അളമത്തും അവൻ്റെ വലിപ്പത്തിന് മനസ്സിലാക്കിയാൽ അത് പറയില്ല. വഖ്തിറാറിഹി ബിനഫ്സിഹി, സ്വന്തത്തെ കുറിച്ചുള്ള ഒരു ചതിപ്പെട്ടതുമാണ്. ഞാനൊക്കെ ഉഷാറാണ് എന്ന് ധ്വനിയുണ്ടല്ലോ, ഇതൊക്കെ തീരുമാനിക്കാൻ മാത്രമൊക്കെ ഞാനായിട്ടുണ്ട് എന്ന ഒരു സ്വയം ഉദ്ധാരണ അവനുണ്ട്. വബി അമലിഹി, അവൻ്റെ അമലിലും, വഇദ്ലാലിഹി ബിദാലിക, അതവൻ എടുത്തു പറയുകയും ചെയ്തു. ഫഊമില ബിനഖീലി ഖസ്ദിഹി, അപ്പം അവൻ്റെ ഉദ്ദേശം എന്താണോ അതിന് നേരെ വിപരീതം റബ്ബ് അവന് കൊടുത്തു. അത് അല്ലാഹുവിൻ്റെ ഒരു സുന്നത്താണ്. ജസാഉ സയ്യത്തിൻ സയ്യത്തും മിസ്ലുഹാ എന്ന് ഖുർആനിൽ പറഞ്ഞു. ഒരു സയ്യത്തിന് സയ്യത്താണ് പ്രതിഫലം. ഇവൻ്റെ ഉദ്ദേശം എന്താണ്? ഓനൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല എന്നാണ്. എന്നാ വേണ്ട, എനിക്ക് പുറത്തുതന്നില്ല എന്ന് അള്ളാഹ് തീരുമാനിച്ചു. ആ പാപിക്കല്ല പുറത്തു കൊടുത്തു, ബിസബബിഹി, ഇവന്റെ ഈ വാക്ക് കാരണമായി. ഓങ്ങയിച്ചിലായി, ഇയാളെ ഒരു സൂൽ അദബ് കൊണ്ട് ആ പാപിക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു. വഅഹ്ബത അമലഹു, ഇവന്റെ അമലിനെ അല്ലാഹ് ബാത്തിലാക്കി. ബിസബബി ഹാദിഹിൽ കലിമത്തി സയ്യിഅ, ഈ മോശപ്പെട്ട ഈ ഒരു വാക്ക് കാരണമായി ഇവന്റെ അമൽ അല്ലാഹ് ബാത്തിലാക്കി. അല്ലത്തി ഖാലഹ,
ഇവർ ചെയ്തു. ഈ പറഞ്ഞു മാ അന്നഹു കാന ആബിദ, ഇയാൾ വലിയ ആബിദായിരുന്നു. ഈ പറഞ്ഞ ആൾ മോശപ്പെട്ട ആളൊന്നുമല്ല, ഇയാൾ ഇബാദത്ത് ഉള്ള ആളാണ്. പക്ഷെ ആ ഒരു പദം പറയാൻ പറ്റാത്തൊരു വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവൻ്റെ മൊത്തം അമലല്ല അതോടെ ബാത്തിലാക്കി കളഞ്ഞു. കാല അബൂ ഹുറൈറ, ഈ ഹദീസും പരാമർശിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, തകല്ലമ ബികലിമത്തിൻ, അയാൾ ഒരു ഒറ്റ വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ ഔ ബഖത് ദുനിയാഹു വആഖിറതഹു, ആ പദം അവരുടെ ദുനിയാവിനെയും നശിപ്പിച്ചു, അവൻ്റെ ആഖിറത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പരാമർശിക്കവേ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു ചില പദങ്ങൾ മതിയാവും. ഉണ്ടാവും, പലതുണ്ടാവാം. ഇത് നബി പറഞ്ഞു, ഇതിങ്ങനെ ചെയ്തു നബി പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞു. നമ്മളെ കാര്യത്തിൽ നമുക്ക് അറിയുന്നില്ല. നമ്മൾ പല പദം പറയലുണ്ട്. ഓനക്ക് എന്താ നരകത്ത് പോകും നമ്മൾ പറയും. അത് പറയാം നമ്മളാരാ? അയാൾ അവസാനം വെച്ച് അയാൾ നന്നാവോ, അയാൾ തൗബ ചെയ്യോ, അയാൾക്ക് അള്ളാഹിനെ ഫദൽ കൊണ്ട് കൊടുക്കുമോ, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെപ്പറ്റി അവൻ നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ കാഫിറാണെന്നോ മുസ്ലിക്കാണെന്നോ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. വ്യക്തിയെപ്പറ്റി ഈ കാര്യം കുഫ്റാണെന്ന് പറയാം, ഈ കാര്യം ശിർക്കാണെന്ന് പറയാം, അയാൾ കാഫിറാണ് ഇവൻ മുസ്ലിക്കാണ് എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. ഒന്നുകിൽ നബി തങ്ങൾ പറഞ്ഞു തരണം, ഇയാൾ സ്വർഗത്തിലാകുന്നു ഇയാൾ നരകത്തിലാകുന്നു എന്ന് നബി പറഞ്ഞാൽ നമുക്ക് പറയാം. അല്ലാതെ വ്യക്തികളെ പ്രത്യേകം എടുത്തുകൊണ്ട് ഇന്ന വ്യക്തി അയാൾ കാഫിറാണ് ഇയാൾ മുസ്ലിക്കാണ് അയാൾ പഴിച്ചോനാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പിന്നെ അതിൻ്റെ അതോറിറ്റിയുള്ള ആളുകൾ പ്രഖ്യാപിച്ചാൽ പറയാം. ഒരു ഇസ്ലാമിക കോടതി പറഞ്ഞു, ഒരു ഇസ്ലാമിക ഭരണകൂടം പറഞ്ഞു, അങ്ങനെ ഒരു അതോറിറ്റി പ്രഖ്യാപിച്ചു എങ്കിലും ഓക്കെ, അയാളെ വിചാരണ ചെയ്ത് അയാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാൾക്ക് അത് ബോധ്യപ്പെട്ടെന്നിട്ടും അയാൾ ഉറച്ചെന്നപ്പോൾ അയാൾ ഇസ്ലാമിൻ്റെ പുറത്താണ്, അയാൾ കാഫിറാണ് എന്ന് ഒരു ഇസ്ലാമിക സംവിധാനത്തിൽ ഒരു വിധി വന്നാൽ അപ്പം നമുക്ക് പറയാം. അല്ലാതെ ഒരു വ്യക്തിയെ തഴയും ചെയ്തുകൊണ്ട് ആ വ്യക്തി മോശപ്പെട്ട ഒരാൾ പറയാൻ നമുക്ക് അവകാശമില്ല. അയാൾ ചെയ്തിയൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ബാക്കിയല്ല എന്ന് പറയാം. ചിലപ്പോൾ പക്ഷെ അവസാനം വെച്ചാൽ നന്നായേക്കാം, തിരിച്ചുണ്ടാവാം. ജീവിതകാലത്ത് നല്ലൊരാൾ അവസാനം വെച്ച് കേടൊന്നും പോയിക്കൂടെ, അതുണ്ടാവാലോ. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൂടാ. ഫഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് വുജൂബു തഅദ്ദുബി മഅല്ലാഹി സുബ്ഹാന, പടച്ച റബ്ബിനോടും ഒരു അദബ് പാലിക്കൽ നിർബന്ധമാണ് എന്നതിലുണ്ട്. ഫിൽ അഖ്വാലി വൽ അഫ്ആൽ, വാക്കുകളിലും പ്രവർത്തികളിലുമൊക്കെ അള്ളാഹിനെ പരിഹസിക്കുക, അള്ളാഹിൻ്റെ ദീനിനെ പരിഹസിക്കുക, ഹദീസിനെ പരിഹസിക്കുക, മതചിഹ്നങ്ങളെ പരിഹസിക്കുക, ഇതൊന്നും പാടില്ല. അതൊക്കെ അദബിൻ്റെ ഭാഗമാണ്. പടച്ച റബ്ബിനെ കളിയാക്കുന്ന രൂപത്തിൽ സംസാരങ്ങൾ, ഖുർആൻ്റെ ആയത്തുകൾ ഹദീസ് അസ്ഥാനത്ത് ഉപയോഗിക്കൽ, ഇതൊക്കെ ഉണ്ട്. ആളുകൾ ഒരു ബന്ധമില്ലാത്ത അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കും. ഒന്നും ശരിയല്ല. അതൊക്കൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമ്മൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല. അപ്പം നമ്മളൊരു ഉപയോഗിക്കുമ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ അതിൻ്റെ സീരിയസ് നഷ്ടപ്പെട്ടു പോകും. ഇമാം മാലിക് റഹ്മത്തുള്ളാ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് വളരെ ഒരു ബഹുമാനത്തോടുകൂടി വന്നിരുന്നിട്ടാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. നടന്നുകൊണ്ട് ഹദീസ് പറയില്ല. ഇമാം മാലിക് നടന്നു പോകുമ്പോൾ ഹദീസ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കില്ല, നടക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല. എവിടെയെങ്കിലും വെച്ച് ഹദീസ് പറയില്ല. അദ്ദേഹം കുളിച്ച് വരും, മുടിയൊക്കെ ചീകി എണ്ണ തേച്ച് സുഗന്ധം ഉപയോഗിച്ച് നല്ല വസ്ത്രമിട്ട് അതിന് പ്രത്യേകമായി ഇരിപ്പിടമുണ്ട്, അവിടെ വന്നിരുന്നിട്ട് എല്ലാ വക്കാറോടും കൂടിയാണ് അദ്ദേഹം ഹദീസ് പറയുക. അപ്പം ചോദിച്ചു അദ്ദേഹത്തെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിന് ഒരു ബഹുമാനമുണ്ട്, എന്നെക്കൊണ്ട് ആ ബഹുമാനം കുറഞ്ഞു പോകാൻ പാടില്ല എന്നാണ്. അപ്പം ആ കൈകാര്യം ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നുമല്ലോ. മറ്റാരും എന്ത് എവിടെ എങ്ങനെയും ചവിട്ടി മരിച്ചു പോകുമ്പോൾ ഹദീസൊക്കെ പത്രമേ ഉള്ളൂ എന്ന് അല്ലാത്തവന് തോന്നും. അപ്പം എന്നെക്കൊണ്ട് ആ ബഹുമാനം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി നിർബന്ധം കാണിച്ചു എന്നാണ് ആ വിഷയത്തിൽ. അപ്പോൾ അതൊക്കെ ഒരു ഈമാൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് തഖ്വയുടെ ഭാഗമാകുന്നു എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹദീസിൽ കിട്ടും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ അദബ് കാണിക്കണം. മറ്റുള്ളവരെ പുച്ഛിക്കുക, ഞാൻ തിരക്കേടില്ല എന്ന് തോന്നുക, അള്ളാഹിനെ കുറിച്ച് ഇങ്ങനത്തെ ചില ഈ പ്രയോഗങ്ങൾ പ്രയോഗിക്കുക, ഇതൊന്നും പാടില്ല എന്നതിൽ നിന്ന് മനസ്സിലാകും. വതഹരീമിൽ ഹലിഫ അല്ലാഹ്, അള്ളാഹിനെ പറ്റി സത്യം ചെയ്ത് പറയാൻ പാടില്ല. ഇദാ കാന ജിഹത്തുൽ ഹജ്രി അലൈഹി അല്ലാ യഫ്അൽ ഖൈറ ബിഇബാദിഹി, തൻ്റെ ഒരു അടിമക്ക് അള്ളാഹ് ഖൈർ ചെയ്യുക ഇല്ല എന്ന് പരിമിതപ്പെടുത്തുന്ന രൂപത്തിൽ സത്യം ചെയ്ത് പറയാൻ പാടില്ല എന്നും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകാം. എന്നാൽ അള്ളാഹിനെ പറ്റി സൽവിചാരം വെക്കുന്ന രൂപത്തിലുള്ള സത്യം ചെയ്യലാണെങ്കിലോ അത് കുഴപ്പമില്ല. ഒരു സൽവിചാരം വെച്ചുകൊണ്ട്
സാരമില്ല, ഒക്കെ പഠിച്ചവർക്ക് പുറത്തരും, ഇത് പ്രാർത്ഥിച്ചോ, ഞാനും പ്രാർത്ഥിക്കാം. അപ്പം ഇത് തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇപ്പം അള്ളാഹ് പുറത്തു പറയാം? അതല്ലല്ലോ. അതൊരു സൽ വിചാരമാണ്, ഹുസ്നുല്ലന്നാണ്. അത് പറ്റും. വറജാഇൽ ഖൈരി മിൻഹു, അതേപോലെ അള്ളാഹുവിന്റെ ഖൈർ പ്രതീക്ഷിക്കുക. ഫഹാദ ജായിസുൻ, അത് ജായിസാണ്. കമാ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട് ഇന്ന മിൻ ഇബാദില്ലാ, നബി തങ്ങൾ പറഞ്ഞു ഇന്ന മിൻ ഇബാദില്ലാ, അള്ളാഹിന്റെ അടിമകളിൽ ഉണ്ട് ചിലർ, ചിലർ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹിന്റെ പേരിൽ അവർ കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ അള്ളാഹ് നടപ്പാക്കി കൊടുക്കുന്നു. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് എന്ന്. സാരമില്ല, അള്ളാഹ് തരും എന്ന് കൊണ്ട് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കൂല. കാരണം അള്ളാഹിന്റെ അടിമ പറഞ്ഞാണ്, അള്ളാഹിനെ പറ്റിയുള്ള സൽവിചാരത്തിലാണ് ഈ പറഞ്ഞത്. ആയിക്കോട്ടെ, എൻ്റെ അടിമ പറഞ്ഞാലേ അത് ഞാൻ കൊടുത്തോളാം. അങ്ങനത്തെ ചില അടിമകളുണ്ട്, അള്ളാഹു തആലാക്കുന്നതാണ്. മറ്റേ റിപ്പോർട്ട് കാണാം, ഒരു ആളുകൾക്ക് മുമ്പിൽ അത്ര വലിയ നിലവിലുള്ള ആളുകളൊന്നും ആവണമെന്നില്ല എന്നാണ്. റുബ്ബ അശ്അസ് അഖ്ബറ, ആദ്യ ഭാഗം അതാണ്. റുബ്ബ അശ്അസ് അഖ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. എത്ര ആളുകൾ മുടി ജടകുത്തി പൊടി പിടിച്ച്, അതായത് ആൾക്കാർക്കിടയിൽ നിന്നും വലിയ മേന്മയുള്ള മഹത്വമുള്ള അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ആളൊന്നും ആയിക്കോളുന്നില്ല. പക്ഷേ അള്ളാഹിന്റെ പേര് ഒരു കാര്യം ഉറപ്പിച്ചാണ് പറഞ്ഞാൽ അള്ളാഹു തആല അതങ്ങ് നടപ്പാക്കി കൊടുക്കും എന്ന് പറയുന്നു. ഒഫി ഹദീസ് ജുന്ദുബിൻ, നേരത്തെ പറഞ്ഞ ഹദീസോ, ജുന്ദുബിൻ ഹദീസ് നേരത്തെ പറഞ്ഞല്ലോ, ഇത് പാടില്ല അയാൾ അവനെ ബാത്തിലാക്കിയത്. ആ ഹദീസിൽ പറഞ്ഞെന്താണ്? ബയാനു ഖത്റിൽ ലിസാൻ, നാവിൻ്റെ അപകടമാണ്. ഉജൂബി തഹഫ്ഫുദ് മിൻഹു, നാവിനെ സൂക്ഷിക്കൽ നിർബന്ധമാണ് എന്നാണ് അവിടെ ഉള്ളത്. വഅൻ മുആദിൻ റളിയല്ലാഹു അൻഹു, മറ്റേ ഹദീസ് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് കാണാം. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, സംസാരിക്കുന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ നബിയെ? നബി ഒരിക്കലും ഒരു വലിയ ഉപദേശം കൊടുത്തു, ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. നബി ഞങ്ങൾ അവസാനം പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾക്ക് പിന്നെ ഒരുമിച്ച് കൂട്ടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നാവ് പിടിച്ച നബി പറഞ്ഞു, ഇത് നീ ശ്രദ്ധിച്ചാൽ മതി, നാവ് സൂക്ഷിച്ചാൽ മതി, ഈ പറയപ്പെട്ട എല്ലാ ഖൈറും എനിക്ക് നേടിയെടുക്കാം. ഇത് പറഞ്ഞപ്പോൾ മുആദ് എന്ന് ചോദിച്ച നബിയെ, സംസാരിച്ചതിന് കുറ്റമുണ്ടോന്ന്, നാവ് കൊണ്ട് പറഞ്ഞതിന് കുറ്റമുണ്ടാകുമോ നബിയെ? ഖാല സകിലത് ഉമ്മുക യാ മുആദ്. എന്താ മുആദ് എൻ്റെ കഥ? അതിനർത്ഥം സകിലത് ഉമ്മുക, അത് പ്രയോഗമാണ്. എന്താണ് നിൻ്റെയൊക്കെ വിചാരം, എന്താ നിൻ്റെ കഥ? വഹൽ യകുബുൻ നാസ് ഫിന്നാർ അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസാഇദു അൽസതിഹിം. എന്താ മുആദ്, ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് നാവ് കൊയ്തെടുക്കുന്ന വിളവ് കൊണ്ടല്ലേ? ആളുകൾ മുഖം കുത്തി നരകത്തേക്ക് വീഴ്ത്തപ്പെടുന്നത് നാവിൻ്റെ വിളവെടുപ്പ് കൊണ്ടല്ലേ എന്ന് നബി തങ്ങൾ അവിടെ പറഞ്ഞു. ഈ ഹദീസ് മാത്രം വെച്ച കിതാബുണ്ട്, ഹസാഇദുൽ അൽസിന എന്ന പേരിൽ, നാവിൻ്റെ കൊയ്ത്തുകൾ, നാവിൻ്റെ വിളവെടുപ്പുകൾ എന്ന പേര് കിതാബിനുണ്ട്. ഈ ഹദീസാണ് എൻ്റെ അസ്ലി. അപ്പം നാവ് കൊണ്ടാണ് ആളുകൾക്ക് ഏറ്റവും അധികം നരകത്ത് പോകാൻ നിമിത്തമായി മാറുന്നത്. റവാഹു തിർമിദിയു വസഹഹു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹീഹാണ്, ഇമാം തിർമിദി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതൊരു ആധുനികനാണ്, ആധുനികനായ ഒരു പണ്ഡിത രീതിയാണ്. ഒഹിമാ സബക്ക, ഈ പറഞ്ഞതിൽ നിന്നെല്ലാം അത് കഴിഞ്ഞു. ഈ ഇത്ര ആകെ പറഞ്ഞത്, ഒന്ന് അള്ളാഹുവിൻ്റെ സലാം എന്ന് പറഞ്ഞുകൂടാ, രണ്ട് മശിയത്തുമായി തഅല്ലുഖ് ചെയ്തുകൂടാ, മൂന്ന് അള്ളാഹിൻ്റെ പേരിൽ ഒരു ഖൈർ മുടങ്ങുന്ന രൂപത്തിലുള്ള ശബ്ദം ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞുകൂടാ. ഒഹിമാ സബക്ക, ഈ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തബയ്യനു, മനസ്സിലായുമല്ലോ, അന്നഹു യജിബു തഹഫ്ഫുദു ഫിൽ അൽഫാദി, വാക്കുകളിൽ ചില ശ്രദ്ധകൾ വേണം എന്നതിന് മനസ്സിലാവും. വൽ ഇബ്തിആദു അൻ ലഫ്ദി അല്ലദി ഫീഹി സൂഉ അദബിൻ മഅ അല്ലാഹി സുബ്ഹാനഹു, പടച്ച റബ്ബിനോട് അദബുകേടാകുന്ന വാക്കിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കണം എന്ന് മനസ്സിലാവും. ലഅന്ന ഹാദാ യുഖില്ലു ബിൽ അഖീദ വയുൻഖിസു തൗഹീദ്, അതൊക്കെ തൗഹീദിന് കോട്ടം സംഭവിക്കുന്ന കാര്യമാണ്. ഒരു അഖീദക്ക് ചില വിള്ളലുകൾ വരുത്തുന്ന കാര്യമാണ് അതൊക്കെ. ഫലാ യുഖാൽ അസ്സലാമു അലല്ലാഹ് എന്ന് പറയരുത്. ലഅന്നഹു ഹുവസ്സലാമു സുബ്ഹാനഹു, അല്ലാഹുയാണ് സലാം. വലിഅന്ന അസ്സലാം അലാ അഹദിൻ ദുആഉൻ ലഹു ബിസ്സലാമ, ഒരാൾക്ക് വേണ്ടി സലാം പറയാന്ന് പറഞ്ഞാൽ അയാൾക്ക് സലാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. വല്ലാഹു സുബ്ഹാനഹു യുദ്ആ വലാ യുദ്ആ ലഹു, റബ്ബിനോട് പ്രാർത്ഥിക്കാന്നല്ലാതെ റബ്ബിന് വേണ്ടി പ്രാർത്ഥിക്കാവതല്ല. വലാ യുഖാൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി ഇൻ ശിഅത വനഹവി ദാലിക്, ഇതൊന്നും പറയാൻ പാടില്ല. അപ്പം നീ ഉദ്ദേശിച്ചാൽ പുറത്തരണേ, നീ ഉദ്ദേശിച്ച റഹ്മത്ത് നൽകണം എന്ന് പറഞ്ഞുകൂടാ, സമാനമായ വാക്കുകൾ പറഞ്ഞുകൂടാ. ബൽ കുല്ലു ദുആഇൻ യുതാ ബിഹി അലാ സബീലിൽ ജസ്മി ബിലാ തഅലീഖ് ബിൽ മശി, ഏത് ദുആയും ഉറപ്പിച്ച രൂപത്തിലാണ് അവൻ പ്രയോഗിക്കേണ്ടത്, മശിയത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടല്ല. ലിഅന്ന അല്ലാഹു യഫ്അലു മാ യശാ,
അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും. വലാ മുക്രിഹ ലഹു, അവനെ നിർബന്ധിക്കാൻ ആരുമില്ല. വഅന്നഹു ലാ യുഖ്സമു അലല്ലാഹി, അതേപോലെ മൂന്നാമത് അള്ളാഹിനെ പേര് സത്യം ചെയ്ത് പറയാൻ പാടില്ല. അല്ലാ യർഹമ ഫുലാനൻ ഔ യഗ്ഫിർ ലി ഫുലാനിൻ, ഇന്നയാൾക്ക് മഗ്ഫിറത്തില്ല, ഇന്നയാൾക്ക് റഹ്മത്തില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. ലിഅന്ന ഹാദാ ഹദ്റുൻ വമൻഉൻ ലിറഹ്മത്തില്ല, അള്ളാഹിന്റെ റഹ്മത്തിനെ അവൻ തടഞ്ഞു വെക്കലാണ്. അള്ളാഹിന്റെ റഹ്മത്ത് വിശാലമാണ്, തടഞ്ഞു വെക്കലാണ്. വസൂഉ ളന്നിൻ ബില്ലാഹി അസ്സ വജല്ല, പടച്ച റബ്ബിനെ പറ്റിയുള്ള ദുർവിചാരമാണ് അതിന് കാരണം. കമാ അന്നഹു ലാ യജൂസ്, അതേപോലെ തന്നെ ജായിസല്ല അൻ യുഖാൽ മാ ഷാ അല്ലാഹു വ ഷാ ഫുലാൻ എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവും ഇയാളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞുകൂടാ. വഇന്നമാ യുഖാൽ മാ ഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാൻ എന്ന് പറയാം. നേരത്തെ പറഞ്ഞു പോയി നമ്മളൊക്കെ, അത് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ലഅന്നൽ അത്ഫ ബിൽ വാവി യഖ്തലി അൽ മുശാറക, കാരണം വാവിട്ട് പറഞ്ഞാൽ മാ ഷാ അല്ലാഹു വ ഷാ, ഇത് വാവ് ചേർത്ത് പറഞ്ഞാൽ അതിനർത്ഥം മുശാറക്കത്താണ്. ആ മശീഅത്ത് അള്ളാഹും ഇയാളും തുല്യമാണ്, ഷെയറാണ് എന്ന അർത്ഥം കിട്ടും ആ വാവിൽ നിന്ന്. അവിടെ അത് ഉപയോഗിച്ചുകൂടാ. വലാ അഹദുൻ യുശാരിക്കുല്ലാഹു സുബ്ഹാനഹു, അള്ളാഹുവിനോട് തുല്യപ്പെടുന്ന ആരുമില്ല. വയുസാവിഹി ഫി അംരിൻ മിനൽ ഉമൂർ, ഒരു കാര്യത്തിലും റബ്ബിനോട് തുല്യമാകുന്ന ആരും തന്നെ ഇല്ല. വഅമ്മൽ അത്ഫു ബി സുമ്മ, എന്ന ആ സ്ഥാനത്ത് സുമ്മ ഉപയോഗിച്ചാലോ, വാവിന്റെ സ്ഥാനത്ത് സുമ്മ ഉപയോഗിച്ചാലോ, ഫഇന്നഹു യഖ്തദി അത്തർതീബ വത്തബഇയ്യ, സുമ്മ ഉപയോഗിക്കുമ്പോൾ തർത്തീബാണ്, തബഇയ്യത്താണ്, അതിനെ തുടർന്ന് ഇത് എന്നർത്ഥമാണ്. അപ്പം ഇത്തരം പദങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വ എന്നും സുമ്മ എന്നും ഉപയോഗിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. മാഷാ അല്ലാഹു വശിഇത്ത എന്ന് പറയുന്നതും മാഷാ അല്ലാഹു സുമ്മ ശിഇത്ത എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. സുമ്മ എന്ന് ഉപയോഗിച്ചാൽ അവിടെ പിന്നെ മുഷാറക്കത്തില്ല, തുല്യമാവുക എന്ന അർത്ഥമില്ല. പകരം തർത്തീബ് തബഇയ്യത്ത്, തർത്തീബ് തുടർന്ന് വരിക എന്നാണ്. അപ്പം മാഷാ അല്ലാഹു ഉദ്ദേശിച്ചാൽ സുമ്മ ശിഇത്ത, അതിനെ തുടർന്ന് പിന്നീട് ഇവൻ ഉദ്ദേശിച്ചാൽ തബഇയ്യത്ത് താബിആയിട്ട് വരിക, അള്ളാഹിൻ്റെ ആണ് അസ്ലി, പിന്നെ അതിനെ തുടർന്ന് ഇത് എന്നൊക്കെ വരുള്ളൂ, അല്ലാതെ അള്ളാഹിൻ്റെ ഒപ്പം എന്നർത്ഥം വരികയില്ല. അപ്പം ആ വാക്ക് അറബിയിൽ ഉപയോഗിക്കുമ്പോൾ മാഷാ അല്ലാഹു വശാ ഫുലാൻ എന്ന് പറഞ്ഞുകൂടാ, സുമ്മ ഷാ ഫുലാൻ. അപ്പം അള്ളാഹു നിങ്ങളൊക്കെ ചെയ്തിട്ട് എന്നല്ല, അള്ളാഹിൻ്റെ തൗഫീഖ് കൊടുക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായത്തിന് ശേഷം പിന്നെ നിങ്ങളൊക്കെ സഹായം കൊണ്ട് എന്ന് പറയാം. റബ്ബിൻ്റെ സഹായത്തിന് ശേഷം നിങ്ങളെല്ലാം സഹായം കൊണ്ട്, റബ്ബിൻ്റെ ഫضലിന് ശേഷം നിങ്ങൾക്ക് ഇടപെടൽ കൊണ്ട് എന്നൊക്കെ പറയാം. അല്ല നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാൻ. അവിടെ മലയാളത്തിൽ അവിടെ ഒരു മുഷാറക്കത്ത് വരുന്നുണ്ട്. ഫതകൂനു മശിഅത്തുൽ മഖ്ലൂഖി താബിഅത്തൻ ലിമശിഅത്തില്ലാഹ്, സുമ്മ ഉപയോഗിച്ചാൽ മഖ്ലൂഖിൻ്റെ മശിഅത്ത് അള്ളാഹിൻ്റെ മശിഅത്തിന് അനുബന്ധമായി താബിഅത്ത് വരുന്ന കാര്യമായിരിക്കും. വഹാസുത്തുൻ ബഅദഹ, അതിന് ശേഷം ഉണ്ടാകുന്നതാണ്. വലൈസത്ത് മുഷാറക്കത്തൻ ലഹാ, അത് തുല്യമാകുന്നതല്ല. വകുല്ലു ഹാദാ, ഈ പറയപ്പെട്ട എല്ലാം മിമ്മാ യുഅക്കിദു അലൽ മുസ്ലിമി, ഒരു മുസ്ലിമിനെ ഒന്നുകൂടെ തഅക്കീദ് ചെയ്യുന്നു, ഉറപ്പിക്കുന്നു. വുജൂബ ദിറാസത്തിൽ അഖീദത്തി, അഖീദ പഠിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇതൊക്കെ അറിയണത്. ഇതൊന്നും അറിയാത്തൊരാൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കൂലല്ലോ. ഇങ്ങനത്തതൊന്നും അറിയാത്തൊരാളെ സംബന്ധിച്ച് അയാൾ എന്തെല്ലാം വാക്കുപയോഗിച്ച് പോകും, എന്തെല്ലാം ചെയ്തു പോകും. എന്താ അള്ള കലിപ്പിക്കലേ നോക്കുള്ളൂ, എന്താ ആ വാക്കുമിലാണോ ഇസ്ലാം എന്ന് ചോദിക്കും. അപ്പം അതൊക്കെ അഖീദ പഠിക്കാഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം അഖീദ പഠിക്കണം, അത് വാജിബാണ് എന്ന് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നു. വമഅരിഫത്തി മാ യുസഹിഹുഹാ വമാ യുഖില്ലു ബിഹാ, അഖീദ ശരിയാക്കുന്ന ഏതൊക്കെയാണ്, അഖീദക്ക് വിള്ളലുണ്ടാകുന്ന ഏതൊക്കെയാണ്, ഇതൊക്കെ അറിയൽ നിർബന്ധമാണ്. ഹത്താ യകൂന ലാ ബയ്യത്തിൻ മിൻ അംരിഹി, അങ്ങനെ അവൻ്റെ കാര്യത്തിൽ അവന് ഒരു വ്യക്തത ഉണ്ടാവണം. വഹത്താ ലാ യഖഅ ഫിൽ മഹ്ദൂരി വഹുവ ലാ യശ്ഉർ, അറിയാതെ ഇത്തരം വിലക്കപ്പെട്ട കാര്യത്തിൽ പോയി ചാടാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ അഖീദ പഠിക്കൽ നിർബന്ധമാണെന്ന് മനസ്സിലായി. വഫഖല്ലാഹുൽ ജമീഅ ലിൽ ഇൽമി നാഫിഇ വൽ അമലി സ്വാലിഹ്, നാഫിയായ പ്രയോജനപ്രദമായ ഇൽമിനും സ്വാലിഹായ അമലിനും അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ ആ ഭാഗം അവസാനം. ഇപ്പോൾ തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ റുബൂബിയത്തും ഇവിടെ ചർച്ചകൾ കഴിഞ്ഞു. ഈ തൗഹീദിൻ്റെ മൂന്നാമത്തെ ഇനമായ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അതാണ് ഇനി അടുത്ത അധ്യായത്തിൽ വരുന്നത്. ഏറ്റവും അധികം ആളുകൾ പിഴച്ചു പോയ ഒരു മേഖല അതാണ്, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ. മുഅ്തസിലികൾ, ഖദരികൾ, ജഹ്മികൾ, ജബരികൾ, ജഅദികൾ, അശ്അരികൾ, മത്രീദികൾ തുടങ്ങി സൂഫികൾ അടക്കമുള്ള ധാരാളം സംഘങ്ങൾക്ക് പിഴവുകൾ സംഭവിച്ചൊരു മേഖലയാണ് അസ്മാ സിഫാത്ത്. ഉലൂഹിയത്തിൽ മറ്റൊരുപാട് ആൾക്ക് പിഴച്ചു പോയി എന്നതുപോലെ തന്നെ അസ്മാ സിഫാത്തിൽ, അതുകൊണ്ട് ആദ്യകാലത്തെ പണ്ഡിതന്മാരൊന്നും അസ്മാ സിഫാത്ത് പ്രത്യേകം ഒരു ഇനമാക്കി പറഞ്ഞിരുന്നില്ല. പിന്നീട് ആ രംഗത്ത് ഒരുപാട് പോരായ്മകൾ ഉമ്മത്തിലുണ്ടാവുകയും
വ്യതിയാനങ്ങൾ ധാരാളം സംഭവിക്കുകയും ചെയ്തപ്പോൾ അത് പ്രത്യേകം പഠിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് പിന്നീട് വന്ന പണ്ഡിതന്മാരൊക്കെ അസ്മാഉ സിഫാത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിൽ പ്രത്യേകം കിതാബ് എഴുതുകയും അത് പ്രത്യേകമായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ സംവാദങ്ങൾ വരെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാലങ്ങളിൽ. ഇത് 2-ാം നൂറ്റാണ്ട് മുതൽ 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ടിലൊക്കെ ധാരാളം ചർച്ച നടന്ന ഏരിയകളാണ് അസ്മാഉ സിഫാത്തിൻ്റെ ഏരിയകൾ. അതുകൊണ്ടാണ് അത് പ്രത്യേകമായി ചർച്ചയ്ക്ക് വരുന്നത്. കുറച്ച് വായിക്കണം. അതോ തൗഹീദ് അസ്മാഇ വസ്സിഫാത്തി, അസ്മാവും സിഫാത്തും വ്യത്യാസം അറിയാലോ. എന്ത് വ്യത്യാസം? അസ്മാ അല്ലാതെ പേരുകളാണ്, സിഫാത്ത് അവൻ്റെ വിശേഷണങ്ങൾ, ഗുണങ്ങളാണ്. ഇപ്പം അലീം അറിവുള്ളവൻ അത് പേരാണ്, അതിൻ്റെ സിഫത്താണ് ഇൽമ് അറിവ്, അല്ലാതെ സിഫത്താണ്. റഹീം കാരുണ്യവാൻ അത് പേരാണ്. റഹ്മത്ത് കാരുണ്യം അതൊരു സിഫത്താണ്. എല്ലാ ഇസ്മിലും ഒരു സിഫത്ത് ഉണ്ടാകും, എല്ലാ സിഫത്തിലും ഒരു ഇസ്മ് ഉണ്ടാകണമെന്നില്ല. അത് മനസ്സിലാക്കുക. എല്ലാ ഇസ്മിലും സിഫത്തില്ലാത്ത ഇസ്മില്ല. അല്ലാതെ വെറുതെ ഒരു പേര് ഉണ്ടാവില്ല. ഒരർത്ഥമില്ലാത്ത, ഒരു ആശയമില്ലാത്ത കേവലം ഒരു നാമം അതില്ല. അല്ലാഹ് ഇസ്മാണ് സലാം, സിഫത്തുമാണ് സലാം. പേരും അതിന് വന്നു, അതോടൊപ്പം സിഫത്ത് വന്നു. അപ്പം അല്ലാഹു തആല എല്ലാ ഇസ്മിനും ഒരു സിഫത്ത് ഉണ്ടാവും. സിഫത്തില്ലാത്ത ഇസ്മ എന്ന് പറഞ്ഞാൽ മഖ്ലൂക്കിനെ ഉണ്ടാവുള്ളൂ. അപ്പം മഖ്ലൂക്കിനെ പേരാണ് കരീം, ഔദാര്യവാൻ, സംഭവം മഹാഭിഷ്കനായിരിക്കും. അള്ളാഹ്ക്ക് അങ്ങനെയില്ല. അള്ളാഹിൻ്റെ എല്ലാ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന നാമങ്ങളാണ്. സമ്പൂർണമായ വിശേഷണങ്ങളെ അറിയിക്കുന്ന നാമങ്ങളാണ് പഠിച്ചവൻ്റെ എല്ലാ നാമങ്ങളും. അതുകൊണ്ട് സിഫത്തില്ലാത്ത ഒരു ഇസ്മില്ല. എന്നാൽ എല്ലാ സിഫത്തൊന്നും ഒരു പേരുണ്ടായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അള്ളാഹിൻ്റെ പേരെന്ന് പറയണമെങ്കിൽ അള്ളാഹ് പറയണം, റസൂല് പറയണം. അല്ല നമ്മളെ വക ഒരു പേരിട്ട് കൊടുക്കുക. ഇപ്പം അള്ളാഹു കൃഷി, അള്ളാഹ് ചോദിച്ചു നിങ്ങളാണോ അത് മുളപ്പിക്കുന്നവൻ, ഞാനാണോ മുളപ്പിക്കുന്നവൻ? അള്ളയാണല്ലോ. എന്നാൽ അതുകൊണ്ട് അള്ളാഹ്ക്ക് കൃഷിക്കാരൻ എന്ന് പേരിടാൻ പറ്റുമോ? അതില്ല. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് അതോ നാം ആണോ കൃഷി ചെയ്യുന്നത്? അത് തന്നെയാണ്. അപ്പം അത് വെച്ചത് അള്ളാഹുക്ക് സാരി എന്ന് പേരിടാൻ പറ്റൂല. അത് അള്ളാഹ് പറഞ്ഞു തരണം അള്ളാഹ്ക്ക് അങ്ങനെ പേരുണ്ട്, അത് നബി പറഞ്ഞു തരണം അങ്ങനെ പേരുണ്ട്. കാരണം അള്ളാഹ്ക്ക് നമ്മളെ വക ആലോചിച്ച് പേരിടാൻ നമ്മളെ ആലോചനയ്ക്ക് പരിമിതി ഉണ്ട്. മറ്റൊരാൾ ചേരുംകുളം കണ്ട് നമുക്ക് പേരിടാൻ പറ്റും. ഒരാൾ ചേരുംകുളം കണ്ട് നമ്മൾ പലപ്പോഴും വിളിപ്പേരിടുമല്ലോ. ആ വിളിപ്പേര് എപ്പോഴും ഇടുന്നത് ഓനെ എന്തെങ്കിലും ഒരു കോല നോക്കിയിടാടുക. അള്ളാഹ്ക്ക് അങ്ങനെ നമുക്ക് ആലോചിച്ചുണ്ടാക്കാൻ കഴിയില്ല. അപ്പം റബ്ബിൻ്റെ നാമങ്ങൾ പരിപൂർണമായും തൗഖീഫിയാണ്, അഥവാ വഹ്യ് കൊണ്ട് കിട്ടിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹ് പറയണം, റസൂല് പറയണം, ഇത് അള്ളാഹിൻ്റെ പേരാകുന്നു. ഉണ്ടാവാം, നമുക്കറിയില്ല. അള്ളാഹു ആർക്കും അറിയിക്കാത്ത നാമങ്ങൾ അള്ളാഹു തലക്കുണ്ട്. അള്ളാഹ്ക്ക് എത്ര പേരുണ്ടെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിന് വിധങ്ങൾ ദുആ ചെയ്ത് പറഞ്ഞല്ലോ, അല്ലാഹുമ്മ അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, റബ്ബേ നിനക്കുള്ള എല്ലാ പേരും മുന്നിൽ നിർത്തി ഞാൻ ചോദിക്കുന്നു. എന്നൊരു നബി വിശദീകരിച്ചു. എന്താണ്? ഒന്നുകിൽ നിന്റെ കിതാബിൽ ഇറക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ മാറ്റിവെച്ച നാമങ്ങൾ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഇപ്പം തൗറാത്തിൽ വന്ന പേരെല്ലാം ഖുർആനിൽ ഉണ്ടാവണമെന്നില്ല, ഖുർആനിൽ വന്ന എല്ലാ പേരും ഇഞ്ചിയിൽ അള്ളാഹിനെ പറ്റി പറയണമെന്നില്ല. അതൊക്കെ അള്ളാഹിന് ഇഷ്ടം. അപ്പം അള്ളാഹ്ക്ക് ഇങ്ങനെ പേരുണ്ടെന്ന് പറയണമെങ്കിൽ അള്ളാഹ് പറയണം, റസൂല് പറയണം. അങ്ങനത്തെ പേരൊക്കെ നമ്മൾ അബ്ദ് ചേർത്ത് പറയാൻ പറ്റുള്ളൂ. അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുറഹീം, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ അസീസ് എന്നൊക്കെ പറയണ പോലെ പറയണമെങ്കിൽ റബ്ബിൻ്റെ നാമമായി ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ സ്ഥിരപ്പെട്ടു വരണം. ചില ഹദീസുകൾ ദഈഫായി വന്നിട്ടുണ്ടാവും. സ്വഹീഹാന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് പേരായി പറഞ്ഞു പോകുന്ന മുൻഗാമികൾ ഉണ്ട്, മനുഷ്യന്മാരാണ്. ഇമാം ബൈഹഖിയുടെ അൽ അസ്മാഉ സിഫാത്ത് എന്ന കിതാബുണ്ട്. റബ്ബിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടി ഇമാം ബൈഹഖി രചിച്ച ഗ്രന്ഥമാണ് അസ്മാഉ സിഫാത്ത്. വലിയ നല്ല കിതാബാണ്, അഹ്ലുസുന്നത്തിൻ്റെ വലിയ കിതാബാണ്. പക്ഷേ ദഈഫായ ചില ഹദീസുകൾ അതിൽ സ്ഥാനം പിടിച്ചു പോയി. അത് സ്വഹീഹാണെന്ന ധാരണയിൽ അത് അള്ളാഹിൻ്റെ പേര് എണ്ണിപ്പോന്നു. അതായത് റഷീദ് അള്ളാഹിൻ്റെ പേരല്ല, സ്വഹീഹ് ഹദീസിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ അബ്ദുൾ റഷീദ് ഉണ്ട്. അത് അവിടുന്ന് പോകുന്നതാണ്. ഹദീസുണ്ട്, പക്ഷെ ദഈഫാണ്. അപ്പം അത്
ഇമാം ബൈഹഖി കിതാബിലുണ്ടല്ലോ, കിതാബിലുണ്ട്. ആ കിതാബിൽ ഉണ്ടെന്നുകൊണ്ട് അള്ളാഹ്ക്ക് പേരുണ്ടാവുമോ? ഇല്ലല്ലോ. ഈ കിതാബിലുണ്ട് അവിടെ അള്ളാഹ്ക്ക് പേരുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ കിതാബിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അള്ളാഹ്ക്ക് പേരുണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിൽ ഇല്ല. അപ്പം ഇങ്ങനെ ദഈഫായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട നാമങ്ങളുണ്ട്. മൗദൂആയ ഹദീസിൽ ധാരാളം വന്നിട്ടുണ്ട്. മൗലിദ് കിതാബിൽ കാണാം അള്ളാഹിൻ്റെ പേരിട്ട് കുറേ കൂട്ടാൻ പറ്റും. പടച്ചോന്റെ നാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ജൽജലൂത്ത് ബൈത്ത് ഉണ്ട് മൗലിദ് കിതാബിൽ. ജൽജലൂത്ത് ബൈത്ത് അതിൽ കണ്ടമാനം പേര് കാണാം, ഏത് ഭാഷ എന്ന് പോലും അറിയില്ല. ഇത് അവസാനം കാണാം ഇതൊക്കെ അള്ളാഹിൻ്റെ നാമങ്ങളാണ്. വഹാദാ ഹുവസ്മുല്ലാഹി യാ ജാഹിലുൽ തഖിദ്ന, ഇതൊക്കെ അള്ളാഹിൻ്റെ പേരാണ്. യാ ജാഹിലുൽ ജാഹിലെ വേണമെങ്കിൽ വിശ്വസിച്ചോന്നാ ഇവിടെ പറഞ്ഞത് തന്നെ. അപ്പോൾ അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. അതൊന്നും അള്ളാഹിൻ്റെ നാമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അള്ളാഹിൻ്റെ പേരല്ലെന്നും പറയണ്ട. അള്ളാഹ്ക്ക് ഇങ്ങനെ പേരില്ല എന്ന് പറഞ്ഞെങ്കിലോ അതിന് തെളിവ് വേണം. അള്ളാഹ്ക്ക് ഇങ്ങനെ പേരില്ല നമ്മളെങ്ങനെ പറയാം? അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങൾ ഇല്ല എന്ന് പറയാൻ തെളിവ് വേണം, ഉണ്ടെന്ന് പറയാനും തെളിവ് വേണം. അതാണ് പ്രത്യേകത. മറ്റേ നമുക്കറിയില്ല. അള്ളാഹു ആയാലും നമുക്ക് പഠിപ്പിച്ചെന്നില്ലൊന്നും അങ്ങനെ നാമമില്ല എന്ന് പറയാം. അതെ, നമുക്ക് പഠിപ്പിച്ചെന്നില്ല. ആ അള്ളാഹു ആയാലും പറയാം. അപ്പം അങ്ങനെ പേരുണ്ടോ? ഉണ്ട് പറയാൻ തെളിവുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അബ്ദുൾ റഷീദ് ഇടാൻ പറ്റുമോ? പറ്റൂല. കാരണം പേരുണ്ട് പറയാൻ തെളിവില്ല. അപ്പം ഇതിലൊക്കെ എപ്പോഴും ഒരു അസുൽ നമുക്ക് അഹ്ലുസുന്നക്ക് അസുലുണ്ട്. തോന്നിയതൊക്കെ പേരൊക്കെ പറയാൻ പറ്റില്ല. അഹ്ലുസുന്നക്ക് അതിൽ ഒരു അസുലുണ്ട്. അള്ളാഹും റസൂലുമാണ് പഠിപ്പിക്കേണ്ടത് റബ്ബിനെ കുറിച്ച്. കാരണം അള്ളാഹിനെ പറ്റിയുള്ള ചർച്ചയാണ്. അല്ല അങ്ങനെ ചെയ്യും, അല്ല അങ്ങനെ ചെയ്യൂല, ഇതൊക്കെ ആരാ പറയേണ്ടത്? അല്ല പറയണം. അള്ളാഹ്ക്ക് ആ പേരുണ്ട്, അള്ളാഹ്ക്ക് ഈ വിശേഷണമുണ്ട്, അല്ല പറയണം. നമുക്ക് ആലോചിച്ചതാക്കി പറയാൻ പറ്റിയതല്ലത്. അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ നാമങ്ങളോ വിശേഷങ്ങളോ നമുക്ക് അറിയില്ല. അപ്പം അള്ളാഹു റസൂലും എന്തു പറഞ്ഞോ അതുണ്ട്, അള്ളാഹു റസൂൽ എന്ത് ഇല്ല എന്ന് പറഞ്ഞോ അതില്ല. അള്ളാഹ്ക്ക് ഇങ്ങനെ കാര്യമില്ല എന്ന് പിന്നെ നബി പറയും, ഖുർആനിൽ പറയും, ഒമാക്കാൻ റബ്ബുക നസിയ്യ, ഇൻ്റെ റബ്ബ് മറക്കുന്നവനല്ല. അപ്പം നമുക്കത് പറയാം, മറക്കുന്നവനല്ല. അപ്പം ഏത് രംഗത്തും അഹ്ലുസുന്നയെ സംബന്ധിച്ച് അസ്മാഉ സിഫാത്തിൽ കൃത്യമായ അസ്ലുണ്ട്. അത് സ്വഹാബത്ത് മുതൽ താബഈങ്ങൾ മുതൽ സ്വീകരിച്ചു പോകുന്ന അടിസ്ഥാനമാണ്. ആ അസ്ല് മനസ്സിലാക്കാതെ പോയപ്പോൾ ഒരുപാട് സംഘങ്ങൾ പിഴച്ചു പോയി. അപ്പോൾ ഞാൻ യുക്തി കൊണ്ട് മാത്രം അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയവരുണ്ട്. അപ്പോൾ പലതും നിഷേധിച്ചു. അത് ഏറ്റവും പിഴച്ചു പോയതാണ് മുഅ്തസിലിയാക്കൾ. അവസാനം പറഞ്ഞു അള്ളാഹു തആലയ്ക്ക് ഒരൊറ്റ സിഫത്തുമില്ല. ഈ നാമങ്ങളൊക്കെ കേവലം നാമങ്ങളാണ്. അല്ലാഹ് അലീമാണ്, പക്ഷെ ഇൽമില്ല. അലീമാണ്, ഇൽമില്ല. റഹ്മാനാണ്, റഹ്മത്തില്ല. കാരണം റഹ്മത്തുണ്ടെന്ന് വന്നാൽ അത് അള്ളാഹ്ക്കൊരു പോരായ്മയാണ് ഒരു പറഞ്ഞത്. റഹ്മത്തായ കാരുണ്യം ഒരു ദൗർബല്യമാണ്. മനുഷ്യന്മാർക്ക് കാരുണ്യം ദൗർബല്യമാണ്. ചില രംഗങ്ങൾ കാണുമ്പോൾ, ചില സംഗതികൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സറിയും. ഒരാൾ ഇടങ്കാറൊക്കെ പറഞ്ഞേക്കുമ്പോൾ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഒരു പ്രയാസം, ഞാനാണ് എടുത്തു കൊടുത്തൊന്നാ കേസിന്ന് പറയും. അത് നമ്മളൊരു ദൗർബല്യമാണ്. അപ്പം അള്ളാഹ്ക്ക് റഹ്മത്തുണ്ടെന്ന് വന്നാൽ അള്ളാഹ്ക്ക് ദൗർബല്യം ഉണ്ട് വരൂലേ? അവിടെ അള്ളാഹ്ക്ക് റഹ്മത്തില്ല എന്ന് പറയണം. അപ്പം അള്ളാഹ് റഹ്മാനാണ്, പക്ഷെ റഹ്മത്തില്ല. റഹീമാണ്, പക്ഷെ റഹ്മത്തില്ല എന്ന് മുഅ്തസിലിയാക്കൾ പറയേണ്ടി വന്നു. അയിമ മദ്യം പറയാൻ വന്നവരാണ് അശ്ശരികൾ. അങ്ങനെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബുദ്ധി കൊണ്ട് തന്നെ ഇതൊക്കെ സ്ഥാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരാണ് അശ്ശരികൾ. അവർ 7 എണ്ണം അംഗീകരിച്ചു, അല്ലാത്തൊക്കെ ഒന്നുകിൽ വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു. അതിനാണ് ഓല് പിന്നെ കണ്ടുപിടിച്ചത് കണ്ണില്ലാതെ കാണുന്നവൻ. എന്നാൽ പിന്നെ ഓല് പറഞ്ഞ ആ പ്രശ്നമില്ല എന്നാണ് പിന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പോണ്ട. അങ്ങനെ നമുക്ക് എന്താ വകുപ്പുള്ളത്? അള്ളാഹിനെ പറ്റി അങ്ങനെ പറഞ്ഞേക്കണോ? നമുക്കിത് പറയാം. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമുക്കിത് പറയാം. നമ്മളെ വക ആലോചിച്ചിട്ട് അള്ളാഹ്ക്ക് ഒന്നും പറയാൻ നമുക്ക് അവകാശം ഇല്ല. ഇതാണ് അഹ്ലുസുന്നയുടെ ബേസ്. അസ്മാഉ സിഫാത്തിൽ അള്ളാഹും റസൂലും എന്തൊക്കെ സ്ഥിരപ്പെടുത്തിയോ അതെല്ലാം ഉണ്ട്. അള്ളാഹും റസൂലും എന്തൊക്കെ നിഷേധിച്ചോ അതൊന്നുമില്ല. നമ്മുടെ വക ഉദാഹരണം പറയാനോ, നമ്മുടെ വക പേരിട്ട് കൊടുക്കാനോ, നമ്മുടെ വക വിശേഷണം പറയാനോ, നമ്മുടെ വക നിഷേധിക്കാനോ ഒന്നും പറ്റൂല. ഇതില്ല, അതെവിടെ ഇല്ല, വൈഫില്ല. അത് ഈ പറയുന്ന യുക്തിമൊന്നാണ്. യുക്തിയിൽ അള്ളാഹു അർശിലാണെന്ന് പറഞ്ഞാൽ അപ്പം അള്ളാഹ് അർശ് പടക്കണമ്പോൾ അള്ളാഹ് എവിടെയായിരുന്നു? അപ്പം അർശ് മഖ്ലൂക്കല്ലേ? അപ്പം അള്ളാഹ്ക്ക് മഖ്ലൂക്കിന് ആവശ്യമുണ്ട് വരൂലേ? അപ്പം ഞാൻ അർശിലല്ല എന്ന് പറയണം. അപ്പം എവിടെയും പറയാൻ പറ്റില്ല. അപ്പം എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് അതിന് തെളിവുണ്ടാക്കുക. പിന്നെ ഓഹോ മഴക്കും മൈനമാക്കും നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളൊപ്പുണ്ട് അള്ളാഹ് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് തെളിവ്. അതൊക്കെ അവനാൻ്റെ വക യുക്തിയാണ്. ഈ ആയത്തുകളെല്ലാം എങ്ങനെ ഗ്രഹിക്കണം? അവിടെ മനഹജു സലഫ്, സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, താബികൾ എങ്ങനെ മനസ്സിലാക്കി,
അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. ഏറ്റവും ആദ്യത്തെ വഴികേടും ഇങ്ങനത്തെ വിഷയത്തിന് വന്നിട്ടുള്ളത് സ്വഹാബികൾ ഉള്ള കാലത്ത് തന്നെ ഇതിന് വഴികേടുകൾ വന്നു. ഇബ്നു അബ്ബാസിൻ്റെ സദസ്സിൽ ചില ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് അന്നതിന് കൃത്യമായ മറുപടികൾ നൽകിയത് കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് പരസ്യമായി പ്രഖ്യാപിച്ചു, ഇബ്നു ഉമർ പ്രഖ്യാപിച്ചു, ഒരൊക്കെ പ്രഖ്യാപിച്ചു. ഇത്തരം വ്യതിയാനങ്ങൾ വന്നപ്പോൾ അതിനെതിരെയുള്ള നിലപാടുകൾ ഒരൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചത് കാണാൻ കഴിയും. ഇമാം അഹ്മദ് അത് വലിയ മാതൃക കാണിച്ചതാണ്. ജഹ്മി ഇമാം അഹ്മദിനോട് പറഞ്ഞു, അന കാഫിറുൻ ബിറബ്ബിൻ യൻസിൽ, ഇറങ്ങുന്ന റബ്ബിനെ എനിക്ക് വിശ്വാസമില്ല. ബിറബ്ബിൻ യൻസിലു, ഇറങ്ങുന്ന റബ്ബിൽ ഞാൻ കാഫിറാണ്, എനിക്ക് വിശ്വാസമില്ല. ഇമാം അഹ്മദ് പറഞ്ഞു, അന മുഅ്മിനുൻ ബിറബ്ബിൻ യഫ്അലു മാ യശാ, ഉദ്ദേശിച്ചത് എല്ലാം ചെയ്യുന്ന റബ്ബിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. റബ്ബിൻ്റെ വാദപ്രകാരം എന്താണ്? അള്ളാഹ് ഉദ്ദേശിച്ചാലും അള്ളാഹ്ക്ക് നുസൂലില്ല എന്നല്ലേ? ഞാൻ വിശ്വസിക്കുന്ന റബ്ബ് ഉദ്ദേശിച്ചെല്ലാം ചെയ്യുന്ന റബ്ബാകുന്നു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ മുഅത്തിലു യഅ്ബുദു അദമൻ വൽ മുശബ്ബിഹു യഅ്ബുദു സ്വനമൻ, സിഫാത്ത് നിഷേധിക്കുന്നവൻ ഒന്നുമില്ലാത്തതിനെയാണ് ആരാധിക്കുന്നത്. അള്ളാഹിനെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തുന്നവൻ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. രണ്ടും ശരിയല്ല. നിഷേധിക്കാനും പാടില്ല, സൃഷ്ടികളെ പോലെ തുല്യപ്പെടുത്താനും പാടില്ല. എന്താ ചെയ്യുക? ഇംറാറുഹാ കമാ ജാഅത്ത്, എങ്ങനെയാണോ ഖുർആൻ ഹദീസും വന്നത് അങ്ങനെ അംഗീകരിക്കാം. അപ്പം ഇങ്ങനെ ആയാൽ അങ്ങനെ ആവൂലേ? അത് ചോദിക്കണ്ട. അള്ളാഹ്ക്ക് റഹ്മത്തുണ്ടെന്ന് വന്നാൽ ദൗർബല്യം ഉണ്ടാവൂലേ? ആ ചോദ്യം എപ്പോഴാണ് വരിക? നമ്മളെ റഹ്മത്ത് നമ്മൾ ആലോചിക്കുമ്പോഴാണ്. നമ്മളെ റഹ്മത്തല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അപ്പോൾ റബ്ബിൻ്റെ ഓരോ വിശേഷം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഇതേ ചോദ്യം ചോദിച്ചൂടെ? ഇതേ ചോദ്യം ചോദിക്കാലോ. അള്ളാഹു മാപ്പ് നൽകും, ഇതേ ചോദ്യം ചോദിക്കച്ചൂടെ? അള്ളാഹു തല പുറത്തു കൊടുക്കും, അവിടെ ചോദിച്ചൂടെ? അള്ളാഹു തല സന്തോഷിക്കും, അള്ളാഹു കോപിക്കും, അള്ളാഹു ശപിക്കും, അവിടേക്ക് ഇതേ കാര്യം ചോദിക്കാലോ. ആ ചോദ്യം പുറത്തമിട്ടപ്പാണ് മുർത്തസിലാക്കൾ അതൊന്നുമില്ല, കോപമില്ല, ശാപമില്ല, അള്ളാഹു യസ്തഹ്സിഉ ബിഹിം പരിഹസിക്കും, ഇല്ല, അതില്ല. അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്. അതൊക്കെ ഉണ്ടെന്ന് വന്നാൽ ഒരാശ്രയപ്പൊളി. അപ്പോൾ ഈ വ്യതിയാനങ്ങളെല്ലാം വന്നത് അസ്മാഉ സിഫാത്ത് വിഷയത്തിലാണ്. അപ്പോൾ അതിൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്, അസുലെന്താണ്, പഴിച്ചത് എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് പഴിച്ചു പോയത്, അതാണ് അടുത്ത അധ്യായത്തിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ള മേഖലയാണ്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ജാഗ്രത, സൂക്ഷ്മത ആ രംഗത്തുണ്ടാവണം. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സിൽ നമുക്കത് എടുക്കാം. അത് അള്ളാഹിക്ക് ഇച്ഛയില്ല, ഇറാദത്തില്ല, ഉദ്ദേശമില്ല എന്ന് പറയാൻ പറ്റൂല. ഹിക്മത്തില്ല, ഒരു ഫെയിലിന് അള്ളാഹു ഹിക്മത്ത് പറയാൻ പറ്റൂല. ഇതൊക്കെ നിശ്ചയിച്ചു അല്ലേ? അങ്ങനെയാണ് അവസാനം ഒരു അള്ളാഹ്ക്ക് ഇൽമില്ല. ഇൽമുണ്ടെന്ന് വന്നാൽ ഞാൻ നാളെ ചെയ്യുന്ന കാര്യം അള്ളാഹ്ക്ക് ഇന്ന് അറിയും എന്ന് പറഞ്ഞാൽ കതിറങ്ങിയിരിക്കേണ്ട ഒരു അവസാനം. ഞാൻ നാളെ എന്ത് ചെയ്യുന്നു അള്ളാഹ്ക്ക് ഇന്ന് അറിയോ എന്ന് വെച്ചപ്പോൾ ചില പറഞ്ഞു അത് അറിയും, പക്ഷെ അത് എഴുതി വെച്ചിട്ടില്ല. എഴുതിച്ച കുഴപ്പമില്ല, അറിയുക കഴിഞ്ഞില്ലേ? അപ്പം അറിയൂല എന്ന് പറയേണ്ടി വന്നു. കാരണം അറിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് അറിയെങ്കിൽ ഇന്നലെ അറിയോ, കഴിഞ്ഞ കൊല്ലം അറിയോ, 100 കൊല്ലം മുമ്പ് അറിയോ, 1000 കൊല്ലം മുമ്പ് അറിയോ? അപ്പം നമ്മളെന്ത് ചെയ്യണം? അന്നേ അള്ളാഹ് അറിഞ്ഞില്ലേ? അപ്പം അവസാനം ചിലർ പറഞ്ഞു അള്ളാഹ്ക്ക് ഇൽമില്ല, ഒന്നും അറിയുകയില്ല, നമ്മൾ ചെയ്യുമ്പോഴേ നമ്മളും അറിയുന്നുള്ളൂ എന്നിവരെ പറഞ്ഞ ആളുകൾ അതിലുണ്ട്. വലിയ വ്യതിയാനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി ഈ ബാബിൽ വരും ക്ലാസ്സുകൾ. നമുക്കതാണ് ചർച്ച. റബ്ബ് സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമ്മൾ തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.